ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ സഹായകരമാകുന്ന 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്തുക, തോട്ട് പാറ്റേൺസ്. നിങ്ങളുടെ സംസാര രീതിയിൽ മാറ്റം വരുത്തുക, സ്പീച്ച് പാറ്റേൺ. നമ്മുടെ ഹൃദയവും നമ്മുടെ വായും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. ക്രിസ്തുവിൽ വളർച്ച ആഗ്രഹിക്കുന്നുവോ? ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അധരം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിന്താ രീതിയിൽ മാറ്റം വരുത്തുക, സംസാര രീതിയിൽ മാറ്റം വരുത്തുക. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും വിഭജിക്കും. ആ ഡിവിഷൻ എത്രത്തോളം നമ്മിൽ നടക്കുന്നുവോ അത്രത്തോളം ആയാസരഹിതമായ ക്രിസ്തുവിലുള്ള വളർച്ച നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ പോലെ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ഒരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു, പ്രാണൻ മറ്റൊരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു, ശരീരം മറ്റൊരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു. ഈ വിഭജനം കൃത്യമായി നടക്കുമ്പോൾ ഈ 3 മേഖലകളെയും വ്യത്യസ്തമായി നമുക്ക് നേരിടുവാനും ആ 3 മേഖലകളിലും വ്യത്യസ്തമാകുന്ന അളവുകളിലുള്ള ക്രിസ്തീയ വളർച്ച നമുക്ക് പ്രാപിക്കുവാനും കഴിയും. പ്രാണനിൽ തന്നെ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും വിവേചിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യം പ്രസക്തമായിരിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന് നമ്മുടെ ഹൃദയം മറഞ്ഞിരിക്കുന്നില്ല, ദൈവത്തിന് നമ്മുടെ ചിന്തകൾ മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവന്റെ കണ്ണിന്റെ മുൻപിൽ, അവന്റെ വചനത്തിന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ചിന്തകളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ നാം പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ, ചിന്തകളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ നാം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. അനേകരുടെയും ചിന്തകൾ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാകുന്നു. ചിന്തകളിൽ വാശിയും വൈരാഗ്യവും നിറഞ്ഞു നിൽക്കുന്നു. ചിന്തകളിൽ അൺഫോർഗീവ്നെസ് നിറഞ്ഞു നിൽക്കുന്നു. ചിന്തകളിൽ മലിനതകളും അശുദ്ധിയും കയറി വരുന്നു. അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പലർക്കും ചിന്തകളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുകയാണ്. തോട്ട് പാറ്റേൺസ് തന്നെ നിഷേധാർത്ഥകമാകുന്നു. അതുമാത്രമല്ല, ചിന്തകളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. ചിന്തകളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുകയാണ് എങ്കിൽ ആ ചിന്തകൾ മുഖാന്തരമായി നമ്മിൽ സങ്കല്പങ്ങൾ ഉണ്ടാകുവാനിടവരും, ഭാവനകൾ ഉണ്ടാകുവാനിടവരും, തിന്മ നിറഞ്ഞ ഭാവനകൾ. ചിന്താരീതിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസരീതി, ബിലീഫ് സിസ്റ്റം. നിങ്ങൾ ഏത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു, നിങ്ങൾ ഏത് സമൂഹത്തിൽ നിന്ന് വന്നു, ഇവ രണ്ടും നിങ്ങളുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നിൽ സമൂഹത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ ചിന്താരീതിയെ സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭവനവും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ വിശ്വാസ രീതിയെ സ്വാധീനിച്ചിരിക്കുന്നു. ആ വിശ്വാസ രീതി മുഖാന്തരമായി ചിന്താരീതിയും വളർത്തപ്പെടുവാനിടവരും. പലരുടെയും ചിന്താരീതി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ വിശ്വാസ രീതിയിൽ നിന്നാണ്. അവരുടെ വിശ്വാസ രീതിയിൽ നിന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. അതിൽ തന്നെ പലരുടെയും വിശ്വാസ രീതി നിഷേധാർത്ഥകമാകുന്ന വിശ്വാസ രീതിയാകുന്നതിനാൽ സമൂഹവും കുടുംബവും അവരുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളാകുന്നതിനാൽ അവരുടെ ചിന്താരീതിയും നിഷേധാർത്ഥകമായി പോകുന്നു. ചിന്താരീതി തെറ്റിപ്പോകുന്നതിനാൽ അറിയാതെ മനുഷ്യൻ കള്ളങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരും പല കള്ളങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കൊല്ലത്ത് കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടി, അവൾ തൃശൂർ സ്വദേശിയായിരുന്നു. അവൾക്ക് തൃശൂരിനോട് വളരെ ഇഷ്ടമാണ്. തൃശൂർ വളരെ ഇഷ്ടപ്പെട്ടു പോയതിനാൽ കൊല്ലത്ത് വന്നപ്പോൾ അവൾ അറിയാതെ വിശ്വസിക്കുവാൻ തുടങ്ങി, എനിക്കൊരിക്കലും കൊല്ലത്ത് ജീവിക്കുവാൻ കഴിയില്ല. അതൊരു തെറ്റായ വിശ്വാസമാണ്, അതൊരു കള്ളമാണ്.
അവളുടെ മനസ്സിനെ ക്രമപ്പെടുത്തിയാൽ, അവളുടെ ചിന്തകളെ ക്രമപ്പെടുത്തിയാൽ, അവളുടെ ശരീരത്തെ ക്രമപ്പെടുത്തിയാൽ കൊല്ലത്ത് അവൾക്ക് സ്വർഗതുല്യമായ നിലയിൽ ജീവിക്കുവാൻ കഴിയും. ചിലർ കരുതുന്നു, എനിക്കൊരിക്കലും ക്ഷമിക്കുവാൻ കഴിയില്ല. അതൊരു കള്ളമാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നു, മനുഷ്യരെ വിശ്വസിക്കരുത്. അതൊരു കള്ളമാണ്. മറ്റു ചിലർ കരുതുന്നു, മലയാളികളെ വിശ്വസിക്കരുത്. അതും ഒരു കള്ളമാണ്. ഇത്തരത്തിലുള്ള അനേകം കള്ളങ്ങൾ നാം വിശ്വസിക്കുന്നു. സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ആ കള്ളങ്ങളെ നാം പുറത്താക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ശുശ്രൂഷയിലാകുന്നു എങ്കിൽ ഒരു ദേശത്ത് നിങ്ങൾ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പ്രഥമമായി നിങ്ങൾ ആ ദേശത്തെ സ്നേഹിക്കണം. ആ ദേശത്തിലുള്ള നിവാസികളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാകുന്നു ദൈവത്തിന്റെ അധികാരം നിങ്ങളിലൂടെ പുറപ്പെടുവാൻ ഇടവരുന്നത്. പലരും ദേശങ്ങളെ വെറുക്കുന്നു. കൽക്കട്ടയോട് എനിക്ക് വെറുപ്പാണ്, ഡൽഹിയോട് എനിക്ക് വെറുപ്പാണ്, ഇന്ത്യയോട് എനിക്ക് വെറുപ്പാണ്. ഇന്ത്യയെ വെറുക്കുന്ന നിന്നെ എങ്ങനെയാണ് കർത്താവിന് ഇന്ത്യയിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നത്? നീ നിന്റെ ശുശ്രൂഷയ്ക്ക് പരിമിതികൾ സൃഷ്ടിക്കുകയാണ്, പരിധികളുടെ മതിലുകൾ സൃഷ്ടിക്കുകയാണ്. നീ അറിയാതെ ഒരു കള്ളം വിശ്വസിക്കുന്നു. എന്റെ അപ്പൻ 48-ാം വയസ്സിൽ മരിച്ചുപോയി, ഞാനും 48 കഴിയുകയില്ല. 48-ന് മുൻപ് തന്നെ ഞാനും മരിച്ചു പോകും. എന്റെ അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു, അതുകൊണ്ട് എനിക്കും അതേ രോഗം വരുവാൻ സാധ്യതയുണ്ട്. കള്ളങ്ങൾ വിശ്വസിക്കുന്നു. ആ കള്ളങ്ങളെ പുറത്താക്കണം. കള്ളങ്ങൾ വിശ്വാസ രീതിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് ചിന്താരീതിയെയും സ്വാധീനിക്കുവാനിടവരും. അറിയാതെ നാം കള്ളങ്ങൾ ചിന്തിക്കുന്നവരായിത്തീരും. ആ ചിന്താരീതിയിൽ തന്നെ ചിലർ പ്രതികാര ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടി എന്നോട് പറയുവാനിടയായി, അവൾക്ക് കടുത്ത പുരുഷവിരോധമുണ്ട്. പുരുഷന്മാരെ അവൾ വിരോധിക്കുന്നു. പുരുഷന്മാരോട് അവൾക്ക് പകയാണ്. അവളെ ബാല്യകാലത്ത് പീഡിപ്പിച്ച ഒരു സംഭവം അവളുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ അത് മുഖാന്തരമായി പൊതുവിൽ പുരുഷന്മാരോടെല്ലാം വിരോധമാണ്. അവൾ എങ്ങനെയാണ് പുരുഷന്മാരോട് പ്രതികാരം തീർക്കുന്നത് എന്നറിയാമോ? ചിന്തകളിൽ, ആവർത്തിച്ച് ചിന്തകളിൽ അവൾ ചിന്തിക്കും. പുരുഷന്മാരെ അവൾ ആക്രമിക്കുന്നു, പുരുഷന്മാരെ അവൾ പീഡിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ കൊല്ലുന്നത് ദിവാസ്വപ്നം കാണുകയാണ്, പകൽക്കിനാവ് കാണുകയാണ്. അവളുടെ ചിന്തകൾ മലിനപ്പെട്ടുപോയി. അവളുടെ ചിന്തകളിൽ പ്രതികാരം നിറഞ്ഞു നിൽക്കുന്നു. ഈ നിലവാരത്തിലുള്ള ചിന്തകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചിന്തകൾ മുഖാന്തരമായി നമ്മുടെ വ്യക്തിത്വത്തിന് കേടുവരുവാനിടവരും. നിങ്ങൾ പ്രതികാര ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കുന്നവരാണോ? ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയുള്ളതിനാൽ ക്ഷമിക്കുവാൻ കഴിയാത്ത വ്യക്തിയോട് നിങ്ങൾ കയ്പും വിരോധവും ആവർത്തിച്ച് ചിന്തയിൽ കൊണ്ടുവരാറുണ്ടോ? ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ കേടുവരുവാനിടവരും. ആ ചിന്തകളെ നിങ്ങൾ സൗഖ്യമാക്കേണ്ടത് ആവശ്യമാണ്. ആ ചിന്താരീതി പാടെ മാറ്റിയതിനു ശേഷം ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചിന്ത, ഏതു വിചാരവും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവറി തോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ചിന്ത, ആ ഒരു ചിന്ത ആ ചിന്ത ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ചിന്തകളുടെ കൂട്ടമായി തീരും. ആ ചിന്തകൾ ധ്യാനമായി മാറും. ധ്യാനമായി മാറുമ്പോൾ ആ ചിന്തകളുടെ കൂട്ടം ഒരു സങ്കല്പമായി തീരുന്നു. ആ സങ്കല്പം തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ, അത് അൺഫോർഗീവ്നെസ് ആകുന്നു എങ്കിൽ, പ്രതികാര ചിന്തയാകുന്നു എങ്കിൽ, അശുദ്ധ ചിന്തയാകുന്നു എങ്കിൽ, ലൈംഗിക ചിന്തകളാകുന്നു എങ്കിൽ, ആ ചിന്തകളുടെ കൂട്ടം ഒരു സങ്കല്പമായി തീരുമ്പോൾ ആ സങ്കല്പത്തിന്റെ ഉള്ളിൽ ഒരു ദുരാത്മാവ് വന്നിരിക്കുവാൻ ഇടവരും. കാരണം അത് ദുരാത്മാവിന് ഇരിക്കുവാൻ പറ്റിയ ഇടമാണ്. ദുരാത്മാവിന് വസിക്കുവാൻ പറ്റിയ ഇടമാകുന്നതിനാൽ അത് വന്നിരിക്കുവാൻ ഇടവരും. ഒരു ദുരാത്മാവ് വന്നിരിക്കുമ്പോൾ അതൊരു കോട്ടയായി തീരുന്നു. ചിന്തകളുടെ കൂട്ടം സങ്കല്പമായി തീരുന്നു. സങ്കല്പം തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ ഒരു ദുരാത്മാവ് വന്നിരിക്കുമ്പോൾ അത് കോട്ടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ആ ക്രമം ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കുന്നു. ചിന്തകൾ, സങ്കല്പം, കോട്ടയായി തീർന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നിനക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. അതിനെ ഇടിക്കുവാൻ
ആത്മിക ആയുധം ആവശ്യമാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവർ എങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാപ്തിയുള്ളവയാണ്, ശക്തിയുള്ളവയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ കോട്ടകളെ ഇടിക്കുവാൻ കഴിയും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ആ ചിന്തകളുടെ കൂട്ടത്തിലിരിക്കുന്ന, സങ്കല്പത്തിന്റെ മധ്യേയിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുവാൻ കഴിയും. ആ ദുരാത്മാവ് പുറത്തുപോയാൽ ആ കോട്ടയെ ഇടിക്കുവാൻ കഴിയും, ആ സങ്കല്പത്തെ തകർക്കുവാൻ കഴിയും. തിന്മ നിറഞ്ഞ സങ്കല്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശോധിക്കുക. ആ തിന്മ നിറഞ്ഞ സങ്കല്പങ്ങൾ കോട്ടയായി തീർന്നിട്ടുണ്ടോ? കോട്ടയായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ കോട്ടയ്ക്കകത്തിരിക്കുന്ന ദുരാത്മാവിനെ നിങ്ങൾ പുറത്താക്കേണ്ടത് ആവശ്യം. ചിന്തകളെ പരിശോധിച്ചാൽ മതി. ചിന്തകൾ ആവർത്തിച്ചു വരുന്ന ചിന്തകളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ആ ചിന്ത എനിക്ക് വേണ്ട, വീണ്ടും അത് ആവർത്തിച്ച് ഞാൻ ചിന്തിച്ചു പോകുകയാണ്, എനിക്കതിന്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ വ്യക്തം, അതൊരു കോട്ടയായി തീർന്നിരിക്കുന്നു. ഭവനങ്ങൾ തകരുന്നു ഇത്തരത്തിലുള്ള ചിന്തകൾ മുഖാന്തരമായി. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. അവർ നാളുകളായി കണ്ടതും കേട്ടതും ചിന്തിച്ചതും ഒക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണ്. അത് മുഖാന്തരമായി കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. അനാവശ്യ സംശയ വിചാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കോട്ടയെ ഇടിച്ചു തകർക്കേണ്ടത് ആവശ്യമാണ്. ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്, വിശ്വസിക്കുവാൻ പഠിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. സംശയവിചാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ല എങ്കിൽ ആ കോട്ടയെ ഇടിച്ച് തകർക്കുക, അതിന്റെ ഉള്ളിലിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുക. പ്രാർത്ഥനയിൽ ദൈവവചനാടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തുന്നു എങ്കിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും, ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും. ചിന്തകളുടെ കൂട്ടം വരുത്തിവെക്കുന്ന വിനമുഖാന്തരമായി അനേകം ബന്ധങ്ങൾ തകർന്നു പോകുന്നു. നിങ്ങളുടെ സീനിയർ ഓഫീസറെ നിങ്ങൾ അവിശ്വസിക്കുകയാണ്, നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾ സംശയിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ സംശയിക്കുകയാണ്. തകർന്ന ബന്ധങ്ങളെ യേശുവിലൂടെ പുനഃസ്ഥാപിക്കുക. നമ്മുടെ ചിന്തകളുടെ കൂട്ടം, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിന്തകളുടെ കൂട്ടം നമ്മിൽ വരുത്തുന്ന ഭയം, നമ്മിൽ വരുത്തുന്ന നിരാശ, നമ്മിൽ വരുത്തുന്ന ആകുലതകൾ എത്ര വലുതാണ്. പല ഭയങ്ങളും അർത്ഥമില്ലാത്ത ഭയങ്ങളാണ്. ഒരു ഓഫീസറിനെ കാണുവാൻ വേണ്ടി കടന്നുപോയ ചെറുപ്പക്കാരൻ, അവന്റെ ചിന്തകളുടെ കൂട്ടത്തിൽ അവൻ ഇങ്ങനെ കരുതുവാനിടയായി, ചിന്തിക്കുവാനിടയായി, ഇപ്പോൾ എന്നോട് ആ ഓഫീസർ ഗൗരവത്തോടുകൂടെ സംസാരിക്കുവാൻ പോകുന്നു, അദ്ദേഹം എന്നോട് ക്രൂരമായി ഇടപെടുവാൻ പോകുന്നു, അയാൾ എന്നോട് ക്രൂരമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാനും തട്ടിക്കയറുവാൻ പോകുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവൻ അവിടേക്ക് കടന്നു പോകുന്നത്. എന്നാൽ അവൻ അവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതകരം, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വീകരണമാണ് അവന് ലഭിച്ചത്. അവനോട് ആ ഓഫീസർ വളരെ മാന്യമായി സംസാരിച്ചു, അവനുവേണ്ടി പ്രധാനപ്പെട്ട കസേര ഇട്ടുകൊടുത്തു, അവനെ അംഗീകരിക്കുന്ന വാക്കുകൾ അയാൾ പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം അയാൾ സാധിപ്പിച്ചു കൊടുത്തു. നോക്ക്, അതിനു മുൻപ് എത്ര മണിക്കൂറുകളാണ് ഇവൻ ചിന്തിച്ചു കൂട്ടിയത്. ഇപ്പോൾ ആ ഓഫീസർ ഗൗരവമായി ഇടപെടുവാൻ പോകുന്നു, ഞാനും അവനോട് ഗൗരവത്തോടുകൂടെ തന്നെ മറുപടി പറയും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയത് വെറുതെ ആയില്ലേ? ഈ ചിന്ത നമ്മെ കബളിപ്പിച്ചില്ലേ? വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, വിമാനത്തിന്റെ യാത്ര തുടങ്ങുമ്പോൾ മുതൽ അവരുടെ ഉള്ളിൽ ചിന്തകളുടെ കൂട്ടം വന്നവരെ ഭയപ്പെടുത്തും. ഈ വിമാനം ഇപ്പോൾ നിലത്ത് വീഴും, തകർന്നു വീഴും. 4 മണിക്കൂർ ഈ ചിന്തയിൽ അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവസാനം റൺവേയിൽ ലാൻഡ് ചെയ്യുമ്പോൾ, സുരക്ഷിതരായി അവർ ടെർമിനലിൽ എത്തുമ്പോൾ അവരുടെ ചിന്തകൾ അവരെ വഞ്ചിച്ചില്ലേ? അവരെ കബളിപ്പിച്ചില്ലേ? ആ ചിന്തകളുടെ കൂട്ടത്തിന്റെ മേൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. അതൊരു കോട്ടയായി തീർന്നിരിക്കുന്നു. ആ കോട്ടയെ നാം ഇടിക്കേണ്ടത് ആവശ്യമാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം സംഭവിക്കട്ടെ, രൂപാന്തരം സംഭവിക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾ സാക്ഷാത്തായ ചിന്തകളായി തീരട്ടെ. നിഷേധാർത്ഥകമാകുന്ന ചിന്തകളെ പുറത്താക്കുക, മലിന ചിന്തകളെ പുറത്താക്കുക. പകരം ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ആദ്യത്തെ ചിന്ത തന്നെ നിഷേധാർത്ഥകമായത് വരുമ്പോൾ, തെറ്റായത് വരുമ്പോൾ അതിനെ പിടിച്ചടക്കുക, അതിനെ ചാടിക്കയറി പിടിക്കുക. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏതു ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി, ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്ന ചിന്തയെ നിങ്ങൾ പിടിച്ചടക്കുക. ചാടിക്കയറി ആ നിമിഷം തന്നെ അതിനെ പിടിച്ചടക്കി നിങ്ങളുടെ കാൽക്കീഴെ കൊണ്ടുവരിക. അത് നിങ്ങളുടെ
മനോമണ്ഡലത്തിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് വട്ടം കറങ്ങുവാൻ അനുവദിക്കരുത്. ആവർത്തിച്ച് ചിന്തിക്കുവാൻ അതിന് അനുവാദം കൊടുക്കരുത്. ആവർത്തിച്ചത് ചിന്തിക്കുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കുകയാണെങ്കിൽ അതൊരു കോട്ടയായി തീരുവാൻ സാധ്യതയുണ്ട്. ആ ഒന്നാമത്തെ ചിന്തയെ തന്നെ പിടിച്ചടക്കുക, കീഴ്പ്പെടുത്തുക, നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ചിന്തകൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ തിന്മ നിറഞ്ഞ ചിന്തകളാകുന്നുവെങ്കിൽ അതുമൂലം ആകുലതകൾ വരുവാൻ സാധ്യതയുണ്ട്. ചിന്താഭാരങ്ങൾ എന്ന് പറയുന്നു. ചിന്തകൾക്ക് ഭാരമുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ചിന്താഭാരം എന്ന് പറയുന്നത്. ചിന്തകളുടെ കൂട്ടം വർദ്ധിക്കുകയാണെങ്കിൽ എന്തോ ഒരു ഭാരം നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പലരും ആത്മിക ശുശ്രൂഷയിൽ വിടുതൽ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്ന് എന്തോ ഒരു ഭാരം നീങ്ങിപ്പോയി. എന്താണ് ആ ഭാരം നീങ്ങിപ്പോയത്? ഞാൻ വിശ്വസിക്കുന്നു അവർ ആ നിമിഷം വരെ കൂട്ടിവെച്ചിരുന്ന ചിന്തകളുടെ കൂട്ടം അവരെ വിട്ടുപോകുവാനിടയായി. ചിന്തകൾക്ക് ഭാരമുണ്ട്. പല ഷോൾഡർ പെയിനുകളും, തോളെല്ലുകളിൽ ഉണ്ടാകുന്ന വേദനകളും, ആ തോളിന്റെ ഭാഗത്തുണ്ടാകുന്ന ഭാരങ്ങളും ചിന്തകൾ മുഖാന്തരം ഉണ്ടാകുന്നതാണ്. ആകുല ചിന്തകൾ. ഫിലിപ്പിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടിട്ട് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വളരെ വ്യക്തമാകുന്നൊരു കൽപ്പനയാണ്. ഈ വിചാരങ്ങൾ എല്ലാം തന്നെ ഭൗതിക വിഷയങ്ങളുമായുള്ള ബന്ധത്തിലുള്ള വിചാരങ്ങളല്ലേ? വീട് പണി നടന്നിട്ടില്ല, മകളുടെ കല്യാണം നടന്നിട്ടില്ല, കാറ് വാങ്ങിയില്ല, ജോലി ശരിയായില്ല, എല്ലാം ഭൗതിക തലങ്ങളുമായി ബന്ധപ്പെട്ട ആകുലതകളാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാറുണ്ടോ? ആരെങ്കിലും നിത്യജീവനിൽ ഞാൻ എത്തിച്ചേരുമോ, ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തിൽ ഞാൻ എത്തിച്ചേരുമോ എന്നൊരു വിഷയത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിനെ ചൊല്ലി ആകുലപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സകല ആകുലതകളും 100% ആകുലതകൾ ഭൗതിക വിഷയങ്ങളുമായുള്ള ബന്ധത്തിലാണ്. ആ ആകുലതകളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? താൽക്കാലിക ആവശ്യങ്ങളാണോ? ആ താൽക്കാലിക ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ പ്രാപ്തിയുള്ളവനാകുന്നു നിങ്ങളുടെ യേശു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ കേവലം എന്തുമാത്രം ചെയ്താൽ മതി. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഉടനടി മറുപടിയല്ല ലഭിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സ്വന്തമായി വീടില്ലാത്തൊരു പാസ്റ്റർ തനിക്കൊരു വീടില്ലല്ലോ എന്ന് ആവർത്തിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തനിക്കൊരു മറുപടി കൊടുത്തു. വചനത്തിലൂടെയാണ്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14 പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ പാസ്റ്റർക്ക് പ്രത്യേകമായ ഒരു വെളിപ്പാട് അപ്പോൾ ലഭിച്ചു. കർത്താവേ, സ്വർഗത്തിൽ എനിക്ക് അനേകം വാസസ്ഥലങ്ങളുണ്ട്. യേശു എനിക്ക് വേണ്ടി പ്രത്യേകമായൊരു വീട് ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ 1-ലധികം വീടുകൾ ഉള്ളവനാണ്. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ താമസിക്കുന്ന ഈ വീട് താൽക്കാലികമാകുന്നു എങ്കിൽ പോലും, എന്റെ സ്വന്തമല്ല എങ്കിൽ പോലും, അതും ഇപ്പോൾ എനിക്ക് പാർക്കുവാനുള്ള ഇടമാണ്. ഇതാ, അനേകം വീടുകളുള്ള വ്യക്തിയാണ് ഞാൻ വീടിനെ ചൊല്ലി വിചാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഉടനടി തനിക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനിടയായി. നിങ്ങളുടെ ചിന്താരീതികൾക്ക് മാറ്റം വരുവാനിടവരട്ടെ. ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങുക. ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുവാനിടവരും. ഇത് മനഃപൂർവ്വമായി നാം ശ്രമിക്കുകയാണ് എങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി നമുക്ക് ആവർത്തിച്ച് ചിന്തിക്കുവാൻ കഴിയും. തിന്മ നിറഞ്ഞ ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തിന്മ നിറഞ്ഞ ഒരു സങ്കല്പമായി തീരും, അതൊരു കോട്ടയായി തീരും. എന്നാൽ ദൈവവചനം നാം ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പരിണതഫലം അത്ഭുതകരമായിരിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് യോശുവയോട് പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. രാവും പകലും ദൈവവചനം ധ്യാനിക്കണമെന്ന് കർത്താവ് യോശുവയോട് ആവശ്യപ്പെടുകയാണ്. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
ദൈവത്തിന്റെ വചനത്തിന് ആ സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കുക. ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കുക. ആഴത്തിൽ ദൈവവചനം വീണ്ടും വീണ്ടും ചിന്തിക്കുക, ആവർത്തിച്ച് ചിന്തിക്കുക. ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പറയുക, ദൈവവചനം അനുസരിക്കുക. ആവർത്തിച്ച് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ, ആവർത്തിച്ച് നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ ചിന്തകളെ ദൈവവചനം സ്വാധീനിക്കുവാനിടവരും. ബൈബിളിലെ വചനങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ അറിയാതെ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങും. ഒരു ചിന്ത, പല ചിന്തകൾ. ആ ചിന്തകൾ വർദ്ധിക്കുമ്പോൾ അത് ധ്യാനമായി തീരുന്നു. ചിന്തകളുടെ കൂട്ടമാണ് ധ്യാനമെന്ന് പറയുന്നത്. ആ ധ്യാനം ദൈവവചനമാകുന്നു എങ്കിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുവാനിടവരും. ദൈവവചന ധ്യാനത്തിങ്കൽ നിങ്ങൾക്ക് ദൈവവചന വെളിപ്പാടുകൾ ലഭിക്കുവാനിടവരും. ദൈവവചന വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആ വചന വെളിപ്പാടുകൾ നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നോക്കുക, ഒരു ചിന്ത, ആ ചിന്ത ആവർത്തിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ധ്യാനമായി തീരുന്നു. ആ ധ്യാനം, ആ മെഡിറ്റേഷൻ brings revelation and revelation brings manifestation. തിന്മ നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ, ലൈംഗികത നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ, ലൈംഗികത നിങ്ങൾ ചിന്തിക്കുന്നു, ലൈംഗികത നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നു, ലൈംഗികത നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ലൈംഗികത മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികതയിലുള്ള റെവലേഷൻസ് ലഭിക്കുവാനിടവരും. ലൈംഗികതയിലുള്ള റെവലേഷൻസ് ലഭിക്കുമ്പോഴാണ് ലൈംഗികത നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരുന്നു. വ്യഭിചാരത്തിൽ വീഴുന്നു, ചൈൽഡ് അബ്യൂസിൽ വീഴുന്നു, പോർണോഗ്രാഫിയിൽ വീഴുന്നു. ഫേസ്ബുക്കിലൂടെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അനാവശ്യ ശ്രമങ്ങൾ നടത്തുന്നു. എത്രയെത്ര കുടുംബങ്ങളാണ് ഈ നാളുകളിൽ കമ്പ്യൂട്ടറിന്റെ ആധുനികമാകുന്ന രംഗപ്രവേശനം മൂലമായി തകരുന്നത്. ഇന്റർനെറ്റിലൂടെ തകരുന്നു, ഫേസ്ബുക്കിലൂടെ തകരുന്നു, പോർണോഗ്രാഫിയിലൂടെ തകരുന്നു. അനാവശ്യമാകുന്ന ചില ബന്ധങ്ങൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിങ്ങൾ അവസാനിപ്പിക്കുക. ആ ബന്ധം വളർത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ആ കൂട്ടുകെട്ട് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടവരും. ആസാമിലുള്ള ഒരു വിശ്വാസി സ്ത്രീ ബംഗാളിലുള്ള ഒരു ഹിന്ദു കച്ചവടക്കാരനുമായിട്ട് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. കേവലം സൗഹൃദ ബന്ധം. എന്നാൽ അതറിയാതെ വളരുവാനിടയായി. വളർന്നപ്പോൾ അതിനെ പാലൂട്ടി വളർത്തി ഈ വിശ്വാസിയുടെ കുടുംബബന്ധം തകർക്കത്തക്ക നിലയിൽ അത് വളർന്നു വരുവാനിടയായി. അനാവശ്യ ബന്ധങ്ങളെ ഇപ്പോൾ തന്നെ മുറിക്കുക. അത് വരുത്തുന്ന സോൾ ടൈയിൽ നിന്ന്, പ്രാണബന്ധത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുക. ഇത്തരത്തിലുള്ള അനാവശ്യ ബന്ധങ്ങൾ ആരിലെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് തിന്മ നിറഞ്ഞ പ്രാണബന്ധങ്ങൾ വരുവാനിടവരും. ആ പ്രാണബന്ധങ്ങളെ മുറിക്കേണ്ടത് ആവശ്യമാണ്. ചിന്താമണ്ഡലത്തിൽ കാര്യമായ കേടുകൾ വരുമ്പോൾ അവിടെ ഒരു വിടുതൽ തന്നെ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് തന്നെ ആവശ്യമാണ്. അവിടെ കോട്ടയിൽ കയറിയിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കേണ്ടത് ആവശ്യമാണ്. ചിന്തകളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ ആ കോട്ടകളെ നിങ്ങൾ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. മറിച്ച് ദൈവവചനം നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ ദൈവവചനത്തിന്റെ ഒരു ചിന്ത, ദൈവവചനത്തിന്റെ ചിന്തകളുടെ കൂട്ടം അതൊരു ധ്യാനമായി തീരുന്നു, മെഡിറ്റേഷൻ ആയി തീരുന്നു. ആൻഡ് ദാറ്റ് മെഡിറ്റേഷൻ ബ്രിങ്സ് റെവലേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ ഇടവരും. ആൻഡ് ദാറ്റ് റെവലേഷൻ ബ്രിങ്സ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗസ്വാധീനമുണ്ട്. ആ രോഗശക്തിയെ കാര്യമായി കാണാതെ നിങ്ങൾ ദൈവവചനം ചിന്തിക്കുന്നു. ദൈവവചനത്തിൽ സൗഖ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നു, ആവർത്തിച്ച് സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ മെഡിറ്റേഷന്റെ നടുവിൽ നിങ്ങളുടെ മുൻപിൽ റെവലേഷൻസ്, ഹീലിംഗിനെ കുറിച്ചുള്ള റെവലേഷൻസ് വെളിപ്പെടുവാനിടവരും. നിങ്ങൾക്ക് ഒരു സത്യം റിവീൽഡ് ആകും. എന്റെ ശരീരം യേശു സൗഖ്യമാക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. നിങ്ങൾക്ക് ആ റെവലേഷൻ കിട്ടിയാൽ അധികം വൈകാതെ തന്നെ ആ റെവലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും സൗഖ്യമാകും. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്, ഇതൊരു സ്പിരിച്വൽ ലോ ആണ്. ഇത് നിങ്ങൾ പ്രായോഗികമാക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ചിന്താമണ്ഡലം പാടെ മാറുവാനിടവരും. സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിന്, സ്പിരിച്വൽ ലോയ്ക്ക് എപ്പോഴും നാച്ചുറൽ പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ, നാച്ചുറൽ ലോയുടെ മുകളിൽ അധികാരമുണ്ട്. സ്പിരിച്വൽ ലോ നാച്ചുറൽ ലോയെ ഡോമിനേറ്റ് ചെയ്യുവാനിടവരും. നാച്ചുറൽ റിലം സ്പിരിച്വൽ റിലത്തിന്റെ കീഴിലാകുന്നതിനാൽ നിങ്ങൾ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആക്ടിവേറ്റ് ചെയ്യുന്നു എങ്കിൽ നാച്ചുറൽ റിലത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധിയെ നേരിടുന്നുവോ ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ഡോക്ടർ നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങളുടെ രോഗം ഒരിക്കലും സൗഖ്യമാകുകയില്ല.
അത് നാച്ചുറൽ ലോയിലുള്ളൊരു കാര്യമാണ്. എന്നാൽ സ്പിരിച്വൽ ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ, ദൈവവചനത്തിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ചിന്താരീതിയെ നിങ്ങൾ മാറ്റുകയാണ് എങ്കിൽ, ആ നാച്ചുറൽ ലോയുടെ മുകളിൽ സ്പിരിച്വൽ ലോ അധികാരം നടത്തുവാനിടവരും. നിങ്ങളുടെ ശരീരം സൗഖ്യമാകും. വെള്ളത്തിന്റെ മുകളിൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് ചോദിച്ചു, അങ്ങാകുന്നുവെങ്കിൽ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. യേശു പറഞ്ഞു, വരിക. അവിടെ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ലോ ആണ്. എന്നാൽ യേശുവിൽ വ്യാപരിക്കുന്ന സ്പിരിച്വൽ ലോ, യേശുവിലൂടെ പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി ലോ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാണ്. അതാണ് പത്രോസ് ആ വചനത്തിന്റെ മുകളിൽ കടലിൽ നടക്കുവാനിടയായത്. മഴ നനഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യർക്കും പനി പിടിക്കും. എന്നാൽ സ്പിരിച്വൽ ലോയിൽ അതിന്റെ കീഴിലുള്ളൊരു വ്യക്തി, ആത്മമണ്ഡലത്തിൽ ഉയർന്ന വ്യക്തി, ആ നാച്ചുറൽ പ്രിൻസിപ്പിളിന്റെ മുകളിലാണ്. തന്റെ മേൽ മഴത്തുള്ളികൾ വീണാലും പനി പിടിക്കുകയില്ല. അവന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവവചനം ആവർത്തിച്ച് ചിന്തിക്കുവാൻ മനഃപൂർവ്വം ധൈര്യപ്പെടുക. 119 സങ്കീർത്തനം അതിന്റെ 148 വാക്യം, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ടാകട്ടെ. 147 വാക്യത്തിൽ, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ വചനത്തിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവാനിടവരും. പണത്തിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്, സമ്പന്നതയിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്, ജോലിയിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുവാനിടവരും. 119 സങ്കീർത്തനം 99 വാക്യം, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം ആവർത്തിച്ചു ചിന്തിക്കുക. 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം നിങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ ധ്യാനം മുഖാന്തരമായി നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടതായി വരില്ല. നിങ്ങൾ എവിടേക്ക് പോകണമെന്നുള്ള പാതയ്ക്ക് പ്രകാശമായി വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാനിടവരും. വഴി അറിയാതെ നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടതായി വരില്ല. കൃത്യമായി നിങ്ങൾ വഴി അറിയുന്നവരായിരിക്കും. തീരുമാനം കൃത്യമായി നിങ്ങൾ എടുക്കുവാനിടവരും. എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അന്വേഷിച്ച് നിങ്ങൾ മറ്റിടങ്ങളിൽ പോകേണ്ടതായി വരില്ല. ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാനിടവരും. ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പാടുകൾ ലഭിക്കുവാനിടവരും. ആ വചനം നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നിങ്ങളുടെ സമൂഹത്തിൽ ആ വചനം നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപാധി. നിങ്ങളുടെ ചിന്താ രീതികളെ ട്രാൻസ്ഫോം ചെയ്യുക. നിങ്ങളുടെ ചിന്താ രീതികളെ രൂപാന്തരപ്പെടുത്തുക. നിങ്ങളുടെ ചിന്താ രീതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അധീനതയിൽ നിങ്ങളുടെ ചിന്തയാകുവാനിടവരട്ടെ. ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങട്ടെ. ചിന്താരീതിയിൽ മാത്രമല്ല നമുക്ക് മാറ്റം ആവശ്യമായിരിക്കേണ്ടത്, നമ്മുടെ സംസാര രീതിക്കും മാറ്റം ആവശ്യമായിരിക്കുന്നു. സ്പീച്ച് പാറ്റേണിന് മാറ്റം ആവശ്യമാണ്, രൂപാന്തരം ആവശ്യമാണ്. നമ്മുടെ സംസാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിന്തകളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ പോലും നമ്മുടെ സംസാരങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാതിരിക്കാം, ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് സംസാരിക്കാം. ചിന്തകൾക്ക് നിയന്ത്രണമില്ല, അങ്ങനെയുള്ളവർക്കും സംസാരത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. വചനപ്രകാരം, ചിന്തകൾ വചനപ്രകാരം അല്ല എങ്കിൽ പോലും സംസാരം വചനപ്രകാരമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. നമ്മുടെ തോട്ട് പാറ്റേൺസിൽ വലിയ മാറ്റം ആവശ്യമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12 അധ്യായം അതിന്റെ 36 വാക്യം, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. യേശു പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുവാൻ കഴിയും. നിങ്ങളുടെ വാക്കുകളാൽ തന്നെ കുറ്റം വിധിക്കപ്പെടുവാൻ കഴിയും. ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. എത്ര ഗൗരവത്തോടുകൂടെ നാം നമ്മുടെ അധരം ഉപയോഗിക്കണം. നിസ്സാര വാക്കുകൾക്ക് വേണ്ടി നമ്മുടെ അധരത്തെ നാം ഉപയോഗിക്കരുത്. മരണത്തെക്കുറിച്ചല്ല നീ സംസാരിക്കേണ്ടത്, ആത്മഹത്യയെക്കുറിച്ചല്ല നീ സംസാരിക്കേണ്ടത്, പരാജയത്തെക്കുറിച്ചല്ല നീ സംസാരിക്കേണ്ടത്. നിന്റെ നിഷേധാർത്ഥകമാകുന്ന സംസാരങ്ങൾ നിന്നെ വിട്ടുപോകുവാനിടവരട്ടെ. സാക്ഷാത്തായ സംസാരങ്ങൾ, വചനപ്രകാരമുള്ള സംസാരങ്ങൾ പരിശീലിപ്പിച്ചെടുക്കുക.
നമ്മുടെ സംസാര രീതിയെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കുവാൻ കഴിയും. നമ്മുടെ ചിന്താരീതിയെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കുവാൻ കഴിയും. നമ്മുടെ സംസാര രീതിയിലധികം അന്യഭാഷയാൽ നമുക്ക് നിറയ്ക്കുവാൻ കഴിയും. നമ്മുടെ അധരം അധികം അന്യഭാഷ പറയുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അത് നമ്മുടെ സംസാരത്തെ മാത്രമല്ല, നമ്മുടെ ചിന്താരീതിയെ പോലും മാറ്റുവാൻ ഇടവരും. വാതുറക്കാതെ തന്നെ നമ്മുടെ ചിന്തകളിൽ നമുക്ക് അന്യഭാഷ പറയുവാൻ കഴിയും. സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ സംസാരത്തിനും ചിന്തയ്ക്കും വലിയ മാറ്റം വരുവാനിടവരും. സംസാരത്തിന് വലിയ മാറ്റം സംഭവിച്ചാൽ, സാക്ഷാത്തായ സംസാരം കൊണ്ട് നമ്മുടെ അധരം നിറഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ ദൈവത്തിന്റെ റീമകളായിത്തീരും. ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആത്മാവിന്റെ പ്രേരണയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നാം സംസാരിക്കുവാനിടവരും. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നാം സംസാരിക്കുമ്പോൾ അത് റീമകളായിത്തീരും. ദൈവം സംസാരിക്കുന്ന വചനങ്ങളായിത്തീരും. ഇന്ന് ഭൂമിയിൽ ദൈവം സംസാരിക്കുവാൻ വേണ്ടി മനുഷ്യരുടെ അധരങ്ങളെ ഉപയോഗിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഏതു വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ആ പുറപ്പെടുന്ന വചനം യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ വായിലൂടെ പുറപ്പെടുവാനിടയായി. എന്നാൽ ആ പുറപ്പെടുന്ന വചനം റീമ, അത് ഇന്ന് ആരിലൂടെയാണ് പുറപ്പെടുന്നത്? അഭിഷേകമുള്ള ദൈവമക്കളുടെ അധരത്തിലൂടെ അത് പുറപ്പെടുവാനിടവരും. അതിന് നീ ഒരു പാസ്റ്റർ ആകേണ്ട കാര്യമില്ല, ഒരു പ്രൊഫറ്റ് ആകേണ്ട കാര്യമില്ല, ഒരു അപ്പോസ്തലനാകേണ്ട കാര്യമില്ല. നീ ദൈവകൃപയിൽ അഭിഷേകത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ, നീ നിന്റെ അധരത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ റീമകൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയുള്ള അധരമാക്കി ദൈവം നിന്റെ അധരത്തെ മാറ്റും. ആ റീമകൾക്കാണ് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം യേശുവാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്കത് വചനമായി തന്നെ സ്വീകരിക്കാം. ആ വചനം, അവൻ ആദിയിങ്കൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളമായി. ആര് മുഖാന്തരം? വചനം മുഖാന്തരം. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്. ആരെ കൂടാതെയല്ല ഉളവായത്? വചനത്തെ കൂടാതെയല്ല ഉളവായത്. ഇന്ന് നാം പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിന്റെയും പിന്നിൽ ഒരു വചനമുണ്ട്, ഒരു സ്പോക്കൺ വേർഡുണ്ട്. ദൈവം ഒരു വചനം സംസാരിച്ചിട്ടുണ്ട്. ആ വചനമാണ് ഈ വൃക്ഷങ്ങളുടെ പിന്നിലെ ശക്തി, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ ശക്തി. എങ്ങനെയാണ് സൂര്യനുണ്ടായത്? എങ്ങനെയാണ് ചന്ദ്രനുണ്ടായത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടായത്? ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു വചനം പുറപ്പെടുവാനിടയായി. ആ വചനം ഇന്ന് നിങ്ങളുടെ വായിലുണ്ട്. നിങ്ങൾ അഭിഷേകത്തോടുകൂടെ നിങ്ങളുടെ വായെ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വായിൽ ആ വചനമുണ്ട്. ഇവിടെ പരമപ്രധാനമായൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാക്കുകൾ, സംസാരം, ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി സംസാരിച്ചത് ദൈവമാണ്. ദൈവം സംസാരിച്ചത് ആശയവിനിമയത്തിന് വേണ്ടിയല്ല, ദൈവം സംസാരിച്ചത് സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ തന്നെ പ്രൈമറി പർപ്പസ് ഓഫ് സ്പീച്ച് ഈസ് നോട്ട് conversation but creation. പ്രധാനമായ വാക്കുകളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ആശയവിനിമയമല്ല, സൃഷ്ടിപ്പാണ്. നിങ്ങളുടെ വാക്കുകളും അഭിഷേകത്തിൽ പൊതിഞ്ഞ വാക്കുകളാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള റീമകളാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ഒരു രാജ്യത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. നിങ്ങളുടെ അവസ്ഥകളിലെ കേടുപാടുകളെ നിങ്ങൾക്ക് വചനം ഉപയോഗിച്ച് സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന പട്ടണത്തെ നിങ്ങൾക്ക് വചനം ഉപയോഗിച്ച് സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾക്ക് വചനം ഉപയോഗിച്ച് സൗഖ്യമാക്കുവാൻ കഴിയും. വചനത്തെ ആശയവിനിമയത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാതെ വചനത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുക. ആ വചനം ഇന്ന് നമ്മുടെ അധരത്തിലാണ്, നമ്മുടെ വായിലാണ്. അഭിഷേകമുള്ളവർ വാ അടച്ചു വയ്ക്കരുത്, വാ തുറക്കണം. അഭിഷേകമുള്ളവന്റെ വായിൽ പരിശുദ്ധാത്മാവിന്റെ പിന്തുണയുള്ള വചനമുണ്ട്. നമ്മുടെ ദൈവം ദൂരസ്ഥനാകുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം സമീപസ്ഥനാകുന്ന ദൈവമാകുന്നു. നമ്മുടെ യേശു സമീപസ്ഥനാകുന്നു. നമ്മുടെ യേശുവിനെ കാണുവാൻ വേണ്ടി ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല, മലകൾ കയറേണ്ട കാര്യമില്ല, പുണ്യസ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം നമ്മിലാകുന്നു, നമ്മുടെ യേശു നമ്മിലാകുന്നു. അവിടുത്തെ വചനം നമ്മുടെ അധരത്തിലുണ്ട്. യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുവാൻ കഴിയും. എങ്ങനെ? വാ തുറന്നാൽ മതി. വാ തുറന്ന് നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പിന്തുണയുള്ള ദൈവത്തിന്റെ അഗ്നിവചനം പുറപ്പെടുവാനിടവരും. വാ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ശരീര അവയവമാകുന്നു. ദൈവം ഏറ്റവും പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അവയവമാണ് നിങ്ങളുടെ അധരം. അധരത്തെ സൂക്ഷിക്കുക.
ഈ അധരം കുറ്റം പറയുവാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഈ അധരം പരാതി പറയുവാൻ വേണ്ടി ഉപയോഗിക്കരുത്. അനേകർ പരാതിയുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം അസംതൃപ്തമാണ്. ഏത് സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു അസംതൃപ്തമാകുന്ന കാര്യം അവർ കണ്ടെത്തും. ഏതെങ്കിലും നിലയിൽ ഒരു പരാതി പറയുവാൻ അവർ തയ്യാറാകും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ മാർത്തയുടെ ചില പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ടടുക്ക വന്നു. ശുശ്രൂഷയിൽ കുഴഞ്ഞുപോയി. മാർത്ത യേശുവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ശുശ്രൂഷയിൽ കുഴഞ്ഞുപോയി. അടുക്കള ജോലിയിൽ നിങ്ങൾ കുഴഞ്ഞു പോകരുത്. നിങ്ങളുടെ ഓഫീസിലെ ജോലിയിൽ നിങ്ങൾ കുഴഞ്ഞു പോകരുത്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കുഴഞ്ഞു പോകരുത്. നിങ്ങളുടെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ നിങ്ങൾ കുഴഞ്ഞു പോകരുത്. അതിനല്ല കർത്താവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഏതു വലിയ ബദ്ധപ്പാടുകളാകുന്നു എങ്കിലും, എടുക്കുവാൻ വയ്യാത്ത ഏതു പണിയാണ് എങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആയാസരഹിതമായി ചെയ്തു തീർക്കുവാൻ കഴിയും. കുഴയേണ്ട കാര്യമില്ല. അവിടുത്തെ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം ആളുകളെ വിടുവിച്ച് മിസ്രൈമിൽ നിന്ന് കനാനിലെത്തിക്കുവാൻ കഴിയും. മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ കൂടെ ആര് വരുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് കർത്താവ് അതിന് നൽകിയ മറുപടി? എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ കുഴയുകയില്ല. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ വിജയികളായി തീരുവാൻ പോകുന്നു. നിങ്ങളുടെ ദൗത്യങ്ങളിൽ നിങ്ങൾ വിജയികളായി തീരുവാൻ പോകുന്നു. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വിജയികളായി തീരുവാൻ പോകുന്നു. മാർത്ത വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അടുക്ക വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നോക്ക്, അവിടെയും യേശുവിന്റെ അരികിൽ വന്ന് മാർത്ത ഒരു പരാതി പറയുകയാണ്. ആ പരാതി ഒരു വ്യത്യസ്തമാകുന്ന കുറ്റപ്പെടുത്തൽ കൂടിയാണ്. യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിചാരമില്ലയോ? കർത്താവിന് തന്നിൽ താല്പര്യമില്ല. കർത്താവ് തന്നിൽ തൽപരനല്ല. തന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു. കർത്താവ് എന്നോട് കൂടെയില്ല എന്നൊക്കെയാണ് അവൾ ആ പരാതിയിൽ പറയുന്നത്. ഇതാണ് പലരുടെയും സംസാര രീതി. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും, എന്തെങ്കിലും ഒരു പരാതി പറയും. കൺവെൻഷൻ നടത്തിയാൽ കുറ്റം കണ്ടുപിടിക്കും, കൺവെൻഷൻ നടത്തിയില്ലെങ്കിൽ പരാതി പറയും. ഭക്ഷണം കൊടുത്താൽ കുറ്റം പറയും, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുറ്റം പറയും. വന്നാൽ കുറ്റം, പോയാൽ കുറ്റം. ഏതെങ്കിലും നിലയിലുള്ളൊരു പരാതി, ഏതെങ്കിലും ഒരു നിലയിലുള്ള കുറ്റം പറയുവാൻ നീ നിന്റെ അധരത്തെ ഉപയോഗിക്കുന്നുവോ? നിന്റെ അധരത്തിനൊരു മാനസാന്തരം ആവശ്യമാണ്. അതായിരിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായത്. അവരുടെ നാക്കയിലാണ് തീ കത്തിയത്. നാക്കിനാണ് മാറ്റം വരേണ്ടത്. നാക്കയിൽ തീ കത്തിയത് കൊണ്ടാണ് പത്രോസിന്റെ വാ വലുതായി തീർന്നത്. പത്രോസ് എന്ന് പറഞ്ഞു, 120 പേർ മാത്രം ഇരിക്കുമ്പോൾ വാ തുറന്നു വലിയ വായിൽ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ അയക്കും. 120 പേർ മാത്രം ഇരിക്കുമ്പോൾ ഈ വിടുവായൻ പറയുന്നത് എന്താണ്? സകല ജഡത്തിന്റെ മേലും. അവന്റെ വാ വലുതായി. അവന്റെ വാ വലുതായി തീർന്നതിന്റെ കാരണം അവന്റെ വായിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്ന് നിങ്ങളുടെ നാക്കിനെ ശുദ്ധീകരിക്കട്ടെ. പഴയ നിയമത്തിൽ യിശയ്യാവിന്റെ അധരത്തിന്റെ മേൽ മാറ്റം വരേണ്ടതായി വന്നപ്പോൾ ദൈവദൂതൻ യാഗപീഠത്തിലെ ഒരു കനൽ കൊണ്ടുവന്നാണ് വെച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ വരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ അധരത്തിൽ കത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്റെ അധരം ശുദ്ധീകരിക്കപ്പെടട്ടെ. പരാതിയല്ല, കുറ്റം പറച്ചിലല്ല, പരാജയത്തിന്റെ വാക്കുകളല്ല, പകരം നിന്റെ അധരത്തിലൂടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറപ്പെടുവാനിടവരട്ടെ. ദൈവവചനം നിന്റെ അധരത്തിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. നിന്റെ സംസാര രീതി സാക്ഷാത്തായ സംസാര രീതിയാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും അനുകൂലതയുടെ പ്രസ്താവന നീ നടത്തുവാൻ തക്കവണ്ണം നിന്റെ അധരത്തെ നീ പരിശീലിപ്പിച്ചെടുക്കുക. ആ രോഗം നിന്നെ സ്വാധീനിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിന്റെ അധരത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ വചനങ്ങൾ പുറപ്പെടുവാൻ ഇടവരട്ടെ. ആ ദുഃഖം നിന്നെ കാർന്നു തിന്നുവാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നിന്റെ അധരത്തിൽ നിന്ന് വിജയത്തിന്റെയും സൗഖ്യത്തിന്റെയും വചനങ്ങൾ പുറപ്പെടുവാൻ ഇടവരട്ടെ. അധരത്തിൽ നിന്ന് സാക്ഷാത്തായ ദൈവവചനങ്ങൾ പുറപ്പെടട്ടെ. ഈ അധരം ആ നിലയിൽ നാം ഉപയോഗിച്ചാൽ, നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വന്നാൽ, പുതിയ നിയമത്തിൽ നാം രാജാക്കന്മാരാകുന്നതിനാൽ നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ രാജകൽപ്പനകളായി തീരും. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, രാജകൽപ്പന ബലമുള്ളത്. രാജാവിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ബലമുള്ളതാണ്. രാജാവ് അധരത്തിൽ കൂടെ പുറപ്പെടുന്ന
വാക്കുകൾ കൊണ്ടാണ് ഭരണം നടത്തുന്നത്. ലോകത്തിലെ പ്രിൻസിപ്പിൾസും ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആവശ്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾ എഴുതപ്പെട്ട ഏതെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ നടക്കുന്നത്. സ്പോക്കൺ വേർഡ്, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുവാൻ ഇടവരുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും കാര്യം നിനക്ക് സാധിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഴുതിയ ഡോക്യുമെന്റ്സ് നീ ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ചെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ കാര്യം നടക്കില്ല. മൻമോഹൻ സിംഗ് എന്നോട് പറഞ്ഞു എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് നീ വന്നു പറഞ്ഞാൽ കാര്യം സാധിക്കുകയില്ല. ഡോക്യുമെന്റ്സ് ആവശ്യമാണ്, റിട്ടൺ ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. അത് കൊടുത്തെങ്കിൽ മാത്രമേ ലോകത്തിലെ സംവിധാനത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ വേണ്ടി എഴുതിയ കത്തല്ല ആവശ്യമായിരിക്കുന്നത്, എഴുതിയ രേഖയല്ല ആവശ്യമായിരിക്കുന്നത്. അഭിഷേകമുള്ളവരാരെങ്കിലും അധരം തുറന്ന് ആ രോഗാത്മാവിനോട് കൽപ്പിക്കണം, ആ ശരീരം വിട്ട് പുറത്തു പോകാം. ഒരു ഭൂതമിളകിയാൽ ദൈവരാജ്യത്തിൽ വേദപുസ്തകത്തിലെ ഭൂതം പുറത്തുപോയ ഭാഗങ്ങൾ ഭൂതത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഭൂതം ആ ശരീരം വിട്ടുപോകുകയില്ല. അഭിഷേകമുള്ള ആരെങ്കിലും അധരം തുറന്ന് കൽപ്പന പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ രാജകൽപ്പനയായി തീരും. രാജകൽപ്പനയുടെ ശക്തി എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തേർ ഇരിക്കുന്ന മെത്തയിൽ ഹാമാൻ വീണുകിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എന്റെ മുമ്പാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ, ആ വചനം, ആ വാക്ക്, ആ കൽപ്പന വായിൽ നിന്ന് താഴേക്ക് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. നോക്ക്, ഒരു രാജകൽപ്പനയുടെ ശക്തി ഒരു സെക്കൻഡിനുള്ളിൽ അവർ ഹാമാന്റെ മുഖം മൂടുവാനിടയായി. അത് തന്നെയല്ലേ നിന്റെയും അധരം? പുതിയ നിയമത്തിൽ നിന്റെ മേൽ വീണിരിക്കുന്നത് രാജകീയ അഭിഷേകമാണ്. നീ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന ബലമുള്ളതാണ്. രാജകൽപ്പന പുറപ്പെടുവിക്കുവാൻ വേണ്ടി നീ നിന്റെ അധരത്തെ ഉപയോഗിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നീ നിന്റെ അധരത്തെ ഉപയോഗിക്കുക. പ്രോഫറ്റിക് പ്രൊക്ലമേഷൻസിന് വേണ്ടി നീ നിന്റെ അധരത്തെ ഉപയോഗിക്കുക. പ്രവചന പ്രഖ്യാപനങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ ദൂതനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ ദൂതൻ യോഹന്നാനോട്, അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യം ഉള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യോഹന്നാൻ ദൂതനെ നമസ്കരിക്കേണ്ടതിന് വീണപ്പോൾ ദൂതൻ വളരെ വ്യക്തമായി യോഹന്നാനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭൃത്യനാണ്, നിന്നെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവനാണ്. നീ എന്നെ നമസ്കരിക്കേണ്ട കാര്യമില്ല. നിന്നെപ്പോലെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്നവനാണ് ഞാൻ. ദൈവത്തെ നീ നമസ്കരിക്കുക. അതിനുശേഷം ദൂതൻ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തുന്നു. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. നിന്റെ അധരത്തിലൂടെ പ്രവചനത്തിന്റെ ശക്തി പുറപ്പെടും. നീ പറയുന്ന വാക്കുകളിലൂടെ പ്രവചനത്തിന്റെ ശക്തി പുറപ്പെടും. പ്രവചനത്തിന്റെ ആത്മാവ് നിന്റെ അധരത്തിലൂടെ പുറപ്പെടുവാനിടവരും. നീ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുമ്പോൾ പ്രവചനാത്മാവിൽ നീ സാക്ഷ്യം പറയുവാനിടവരും. നീ വോർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ പ്രവചനാത്മാവിൽ നിനക്ക് വോർഷിപ്പ് ലീഡ് ചെയ്യുവാൻ കഴിയും. നീ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ പ്രവചനാത്മാവിൽ നിനക്ക് പഠിപ്പിക്കുവാൻ കഴിയും. നിനക്ക് പ്രകൃതിയോട് പ്രവചനാത്മാവിൽ പ്രൊക്ലമേഷൻസ്, പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ കഴിയും. കൽപ്പനകൾ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഏലിയാവ് അതാണ് ചെയ്തത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ആഹാബ് രാജാവിനോട് ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എങ്ങനെയാണ് മഞ്ഞിനെയും മഴയെയും ഏലിയാവ് തടയുന്നത്? കൊടപിടിച്ചാണോ? പടുതയിട്ടാണോ? വടികൊണ്ട് അടിച്ചാണോ? ടിൻഷീറ്റ് കൊണ്ട് മറച്ചാണോ? എങ്ങനെയാണ് ഏലിയാവ് മഴയെയും മഞ്ഞിനെയും തടഞ്ഞത്? വചനം കൊണ്ട്. തന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം, തന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ആയുധമായി അവിടെ വെളിപ്പെടുകയാണ്, ശക്തിയായി അവിടെ വെളിപ്പെടുകയാണ്. മഴയെയും മഞ്ഞിനെയും തടസ്സപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമായി അത് തീരുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ
സക്രിയ പ്രവാചകൻ സെരുബാബേലിനെ നോക്കി പറഞ്ഞു, സെരുബാബേലേ, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. സക്രിയാവ് എന്താണ് ഈ പറയുന്നത്? സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ എങ്ങനെയാണ് സമഭൂമിയാക്കുന്നത്? അവിടെ തന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം വളരെ ഗൗരവമേറിയതാണ്. ആ ഘട്ടത്തിൽ താൻ പുറപ്പെടുവിച്ച വചനം, ആ വചനത്തിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പിന്തുണയും ശക്തിയും സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ തകർക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഏതെങ്കിലും പർവ്വതങ്ങൾ നിൽക്കുന്നുണ്ടോ? ആ പർവ്വതങ്ങളെ തകർക്കുവാൻ വേണ്ടി ബുൾഡോസറുകൾ വേണ്ട, ആയുധങ്ങൾ വേണ്ട, ബോംബ്സ് വേണ്ട. നിങ്ങളുടെ അധരം അഭിഷേകമുള്ള അധരമാകുന്നുവെങ്കിൽ ആ അധരത്തിലൂടെ ദൈവത്തിന്റെ വചനത്തെ പുറപ്പെടുവിച്ചാൽ മതി. ചില നാളുകൾക്ക് മുന്നമേ മംഗലാപുരത്തു നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. ദൈവദാസനെ, 15 ദിവസമായി എന്റെ മകനെ കാണുവാനില്ല, അവൻ വീട് വിട്ടുപോയി. ഞാൻ അവനോട് ഗൗരവത്തോടുകൂടെ ഒന്ന് സംസാരിച്ചു. ആ കാരണം മുഖാന്തരം അവൻ വീട് വിട്ടുപോയി. ഇന്നത്തെ തലമുറ അങ്ങനെയല്ലേ? അവരോട് കർശനമായി മാതാപിതാക്കൾക്കൊന്ന് സംസാരിക്കുവാനും പോലും കഴിയാത്ത ഒരു കാലയളവിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഈ അമ്മ ആ മകനോട് ഗൗരവത്തോടുകൂടെ എന്തോ പറഞ്ഞു. അത് കാരണം അവൻ വീട് വിട്ടുപോയി, 15 ദിവസമായി കാണുവാനില്ല. അമ്മ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തു നോക്കി, അവന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്, അവനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല, ആശയവിനിമയത്തിന് യാതൊരു ഉപാധിയുമില്ല. കർണാടക മുഴുവൻ അന്വേഷിച്ചു, കേരളം മുഴുവൻ അന്വേഷിച്ചു, ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ആ വേദനയിൽ അവർ നിലവിളിക്കുകയാണ്, ഫോണിലൂടെ നിലവിളിക്കുകയാണ്. ആത്മശക്തി എന്നിൽ വ്യാപരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. എന്റെ അധരം പരിശുദ്ധാത്മശക്തി കൊണ്ട് നിറയുന്നത് ഞാൻ അനുഭവിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, നാളെ 5 മണിക്ക് മുന്നമേ അവൻ നിന്നെ ഫോൺ വിളിക്കും. അതിനടുത്ത ദിവസം അവൻ നിന്റെ വീട്ടിൽ മടങ്ങി വരും. പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത് പോലും. എന്നാൽ എന്താണ് സംഭവിച്ചത്? അടുത്ത ദിവസം വീണ്ടും ആ സഹോദരി എന്നെ വിളിച്ചു, നിലവിളിച്ചുകൊണ്ട്. ദൈവദാസനെ, അവൻ എന്നെ വിളിച്ചു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മാ, ഞാൻ മടങ്ങി വരികയാണ്, വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. നിന്റെ അധരത്തെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രോഫറ്റിക് പ്രൊക്ലമേഷൻസിന് വേണ്ടി ദൈവം നിന്റെ അധരത്തെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. സെരുബാബേലേ, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി തീരും. നിങ്ങൾ ഏതെങ്കിലും മഹാപർവ്വതത്തെ നേരിടുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകളെ ചൊല്ലി നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുകയാണോ? ആ പർവ്വതം തകരട്ടെ. ആ പർവ്വതത്തെ തകർക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ അധരത്തിലുണ്ട്. നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ശക്തിയുണ്ട്, ശബ്ദത്തിന് ശക്തിയുണ്ട്. അഭിഷക്തന്മാരുടെ ശബ്ദത്തിന് ശക്തിയുണ്ട്. അഭിഷക്തന്മാർക്ക് തങ്ങളുടെ ശബ്ദത്തിലൂടെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്നിട്ട് യേശു ഉറക്ക വിളിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു എന്തിനാണ് ഉറക്ക വിളിച്ചത്? യേശുവിന് മെല്ലെ ഒരു പ്രസ്താവന നടത്തിയാൽ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നുവല്ലോ. യേശു ഉറക്ക വിളിച്ചു പറഞ്ഞത്, ലാസറേ, പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. ആ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുവാനിടയായി. ശബ്ദത്തിന്റെ മേൽ ശക്തി വെളിപ്പെടുമ്പോൾ ശബ്ദത്തിലൂടെ നമുക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയും. വചനം സഞ്ചരിക്കുന്നതാണ്. വചനത്തെ തടഞ്ഞു നിർത്തുവാൻ മതിലുകൾക്ക് കഴിയുകയില്ല. ദേശത്തിന്റെ അതിരുകൾക്ക് വചനത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. വചനം സഞ്ചരിക്കുന്നതാണ്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. അയക്കപ്പെടുന്ന വചനത്തിന് സഞ്ചരിക്കുവാൻ കഴിയും. ഇവിടെ ഇരുന്ന് നീ സംസാരിക്കുമ്പോൾ നീ പറയുന്ന വചനം അമേരിക്കയിൽ വരെ എത്തുവാൻ ഇടവരും. അവിടെ ആയിരിക്കുന്ന രോഗിയുടെ മേൽ സൗഖ്യം വെളിപ്പെടുവാൻ ഇടവരും. ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മകന്റെ മേൽ നീ പുറപ്പെടുവിക്കുന്ന വചനത്തിന് വിടുതലുകളെ അയക്കുവാൻ കഴിയും. വചനം സഞ്ചരിക്കുന്നതാണ്. വചനം ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ്. വചനത്തിന് പരിധിയില്ലാത്ത സാധ്യതകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. വചനം സ്പിരിറ്റ് ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. യേശുവിന്റെ വായിലൂടെ പുറപ്പെട്ട വചനങ്ങൾ ആത്മാവാകുന്നു. ആത്മാവാകുന്നു വചനങ്ങൾ എന്നതിനാൽ നിന്റെ വചനങ്ങൾക്ക്, നിന്റെ വായിലൂടെ പുറപ്പെടുന്ന റീമകൾക്ക് പരിധികളില്ല, പരിമിതികളില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. പരിമിതിയില്ലാതെ യാത്ര ചെയ്യുവാൻ കഴിയും. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. മാത്രവുമല്ല, സമയത്തിന് വചനത്തെ തടയുവാൻ കഴിയില്ല. വചനത്തിലൂടെ പുറപ്പെടുന്ന ശക്തിയെ കാലങ്ങൾക്ക് തടയുവാൻ കഴിയുകയില്ല.
അടുത്ത ജനറേഷനിലേക്ക് നീ പുറപ്പെടുവിക്കുന്ന വചനം യാത്ര ചെയ്യുവാനിട വരും. 2000 വർഷങ്ങൾക്ക് മുന്നമേ പത്രോസ് വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ നാളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ആ വചനം ഇന്നും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ആ വചനം ഇന്നും നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നു. തലമുറകളിലേക്ക് നീ പുറപ്പെടുവിക്കുന്ന വചനം യാത്ര ചെയ്യുവാനിടവരും. നിന്റെ മക്കളെ നോക്കി നന്മയുടെ വചനങ്ങൾ വിളിച്ചു പറയുക. ശാപത്തിന്റെ വചനങ്ങളല്ല അവരെ നോക്കി വിളിച്ചു പറയേണ്ടത്. വിടുതലിന്റെ വചനങ്ങളെ വിളിച്ചു പറയുക, അനുഗ്രഹത്തിന്റെ വചനങ്ങളെ വിളിച്ചു പറയുക. അവരുടെ തലമുറയിലേക്ക്, അടുത്ത തലമുറയിലേക്ക്, അതിനടുത്ത തലമുറയിലേക്ക് നീ പുറപ്പെടുവിക്കുന്ന അനുഗ്രഹത്തിന്റെ വചനങ്ങൾ യാത്ര ചെയ്യുവാനിടവരും. അത്ര വലിയ കാര്യമാണ് നിന്റെ ശബ്ദത്തിലൂടെ പുറപ്പെടുന്നത്. അത്ര വലിയ ശക്തിയാണ് നിന്റെ ശബ്ദത്തിലൂടെ നിനക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. 29-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ, യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. നിങ്ങളൊരു മരുഭൂമിയുടെ നടുവിലാണെങ്കിൽ നിങ്ങളുടെ മരുഭൂമിയെ നിങ്ങൾക്ക് മനോഹരമാകുന്നൊരു പൂന്തോട്ടമാക്കി തീർക്കുവാൻ കഴിയും. ദൈവശബ്ദം നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെട്ടാൽ മതി. യേശുവിന്റെ വചനം നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെട്ടാൽ മതി. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ശരീരത്തിൽ രോഗമുണ്ടോ? യഹോവയുടെ ശബ്ദം നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടട്ടെ. രോഗം നിങ്ങളെ വിട്ടുപോകുവാനിടവരും. നിങ്ങൾ വിഷാദ രോഗത്തിന് അടിമയാകുന്നുവോ? യഹോവയുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദം നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. നിങ്ങളുടെ വിഷാദ രോഗം നിങ്ങളെ വിട്ടുപോകുവാനിടവരും. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുവാനിടവരും. മുൻപിൽ ഒരു കോട്ടയാണോ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്? മുന്നോട്ടുള്ള ഗമനം തടയപ്പെട്ട നിലവാരത്തിലാണോ? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അതെല്ലാം ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങളുടെ അധരത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം പുറപ്പെടുവാനിടവരട്ടെ. ദൈവത്തിന്റെ വചനം പുറപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അനുകൂലമല്ലാത്ത ഇടങ്ങളിൽ അനുകൂലതകൾ വെളിപ്പെടുവാൻ പോകുന്നു. തുറക്കപ്പെടാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുന്നു. പൊട്ടിമാറാത്ത ചങ്ങലകൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് പൊട്ടിമാറുവാനിടവരുന്നു. നിങ്ങളുടെ അധരം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ സംസാര രീതി ആകമാനം മാറുവാനിടവരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെയും സീലാസിനെയും നാം കാണുന്നു. അവർ ആ ജയിലിൽ അടയ്ക്കപ്പെട്ട സന്ദർഭത്തിൽ അർദ്ധരാത്രിയിൽ ആ ജയിലിൽ അവർ കിടക്കുകയാണ്. അവർക്ക് പരാതിയില്ല, തമ്മിൽ പരാതിയില്ല, പരിഭവമില്ല, ആരോപണം ഉന്നയിക്കുന്നില്ല, പദം പറയുന്നില്ല. പദം പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എത്രയെത്ര നന്മകൾ അനുഭവിച്ചിട്ടും ഇന്നും പലരും പദം പറയുകയാണ്. ഇല്ലാത്ത ചിലതിനെക്കുറിച്ച് ഓർത്ത് പരാതി പറയുകയാണ്. ഒരിക്കലും പദം പറയരുത്, പരാതി പറയരുത്. പൗലോസും സീലാസും ശുശ്രൂഷയുടെ മധ്യേ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ഫിലിപ്പിയിലേക്ക് വന്നു. അവിടെ ജയിലിൽ അകപ്പെടുവാനിടയായി. ജയിലിൽ അടയ്ക്കപ്പെട്ട സന്ദർഭത്തിൽ അവർക്ക് പരാതിയില്ല, യാതൊരു പരിഭവവുമില്ല. അവർ തമ്മിൽ ആരോപണവും ഉന്നയിക്കുന്നില്ല. മറിച്ച് അവരെന്താണ് ചെയ്യുന്നത്? ആ രാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലും അത് ചെയ്യുമോ? ആ ജയിലിനകത്ത് കിടക്കുമ്പോൾ ആ ജയിൽ തുറക്കുവാൻ പിടിപാടുള്ള ആർക്കെങ്കിലും ഫോൺ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? മന്ത്രിയെ കാണുക, നേതാവിനെ കാണുക, പണം കൊണ്ടുവരിക. ആളിന്റെ ശക്തി ഉപയോഗിച്ച്, മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ജയിലിന്റെ വാതിലുകളെ തുറക്കുക. ആരാണ് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നത്? വെളിപ്പാടുള്ളവനാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണ് ആ സന്ദർഭത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്? വെളിപ്പാടുള്ളവനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വചനം എഴുതിയ പൗലോസിനറിയാം, ശക്തി തേടി ഇനി സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. ശക്തി തേടി ഇനി 40 ദിവസം ഉപവസിക്കേണ്ട കാര്യമില്ല. ശക്തി തേടി യെരുശലേമിലോ എഫസോസിലോ പോകേണ്ട കാര്യമില്ല. തങ്ങളിലാകുന്നു പരിശുദ്ധാത്മാവ്, തങ്ങളിലാകുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ എങ്ങനെ അവർക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും? വാ തുറക്കുക. സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. വാ തുറക്കുക. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. വാ തുറന്നു പ്രാർത്ഥിക്കുക. വാ തുറന്നു വചനം പറയുക. വാ തുറന്നു വചനപ്രകാരം സംസാരിക്കുക. അവർ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് അസാധാരണമായിരുന്നു, അമാനുഷികമായിരുന്നു. ഒരിക്കലും കുലുങ്ങാത്ത തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി. പ്രിയമുള്ളവരെ, ആ തടവറയിൽ കയറിയ ആരും പുറത്തിറങ്ങിയിട്ടില്ല.
തടവിൽ കയറിയവൻ ജീവപര്യന്തം അവിടെ കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് മരിച്ചുപോയിട്ടുണ്ട്. അത്ര ഭീകരമാണ് റോമൻ തടവറ. എന്നാൽ അഭിഷേകമുള്ളവൻ ഒരു രാത്രി തികച്ചില്ല. അഭിഷേകമുള്ളവൻ തടവറയിൽ പ്രവേശിച്ചപ്പോൾ അവൻ മാത്രമല്ല പുറത്തു വന്നത്, തടവറയിൽ കിടന്നതിനെ എല്ലാം പുറത്തു കൊണ്ടുവന്നു. അനേകം തടവറകളെ തകർക്കുവാൻ വേണ്ടി കർത്താവാകുന്ന യേശുക്രിസ്തു നിന്റെ അധരത്തെ ഉപയോഗിക്കുവാൻ പോകുന്നു. തടവറയിൽ കിടക്കുന്ന നിരപരാധികൾക്ക് വാ തുറക്കുവാൻ അറിയില്ല. എന്നാൽ നീ നിന്റെ വാ തുറക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ നിന്റെ വാ തുറക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ ആക്ടിവിറ്റീസിനു വേണ്ടി നീ നിന്റെ അധരം തുറക്കുകയാണെങ്കിൽ, വചനം പറയുവാൻ വേണ്ടി നീ നിന്റെ അധരം തുറക്കുകയാണെങ്കിൽ, ആരാധിക്കുവാൻ വേണ്ടി നീ നിന്റെ അധരം തുറക്കുകയാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നീ നിന്റെ അധരത്തെ തുറക്കുകയാണെങ്കിൽ, ദേശത്തിന്റെ വിവിധയിടങ്ങളിൽ അനേകം തടവറകൾ തകരുവാൻ പോകുന്നു. തടവറയിൽ കിടക്കുന്നവർ സ്വതന്ത്രരായി പുറത്തു വരുവാൻ പോകുന്നു. ഒരു ചങ്ങലയ്ക്കും നിന്നെ ഒതുക്കുവാൻ കഴിയില്ല. ഒരു തടവറയ്ക്ക് നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. സകല ചങ്ങലകളെയും തടവറകളെയും പൊളിച്ചു നീ പുറത്തു വരുവാൻ പോകുന്നു. നിന്റെ സംസാര രീതി മാറട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ലളിതമാകുന്ന ഈ ഉപാധികൾ സ്വീകരിക്കുക. നിങ്ങളുടെ ചിന്താ രീതി മാറട്ടെ, നിങ്ങളുടെ സംസാര രീതി മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതു മനുഷ്യൻ ഇവരിലൂടെ വെളിപ്പെടുവാനിടവരട്ടെ. ഇവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനിടവരട്ടെ, ശക്തിയോടെ ബലപ്പെടുവാനിടവരട്ടെ. ആ മാറ്റങ്ങളുടെ പട്ടികയിൽ, ആ അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇന്ന് അവരുടെ ഹൃദയത്തെ തൊടയണമേ, അവരുടെ അധരത്തെ തൊടയണമേ. അവരുടെ ചിന്താരീതി ആകമാനം മാറുവാനിടവരട്ടെ. വചനപ്രകാരം ചിന്തിക്കുവാനിടവരട്ടെ. അവരുടെ സംസാര രീതി ആകമാനം മാറുവാനിടവരട്ടെ. വചനപ്രകാരം സംസാരിക്കുവാനിടവരട്ടെ. പ്രവചന പ്രഖ്യാപനങ്ങൾ അവരുടെ അധരത്തിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. ദേശത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന പ്രവചന പ്രഖ്യാപനങ്ങൾ, കാലാവസ്ഥയുടെ മേൽ നിയന്ത്രണം വരുത്തുന്ന പ്രവചന പ്രഖ്യാപനങ്ങൾ, എതിർപ്പുകളെ തകർക്കുന്ന പ്രവചന പ്രഖ്യാപനങ്ങൾ അവരുടെ അധരത്തിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ സകല നിഷേധാർത്ഥകമാകുന്ന പ്രസ്താവനകളും അവരുടെ അധരം വിട്ടുപോകുവാനിടവരട്ടെ. പരാതികളും ആരോപണങ്ങളും കുറ്റം പറച്ചിലുകളും അവരുടെ അധരം വിട്ടുപോകുവാനിടവരട്ടെ. പരാജയ ചിന്തകളും മലിന ചിന്തകളും അതിന്റെ ബന്ധനങ്ങൾ, അതിന്റെ കോട്ടകൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. ഇപ്പോൾ തന്നെ കോട്ടകളെ ഇടിക്കുന്ന ദൈവത്തിന്റെ ശക്തി പുറപ്പെടട്ടെ. ആ കോട്ടകൾ തകരട്ടെ. ആ കോട്ടകളിലുള്ള ദുരാത്മാക്കൾ പുറത്തു പോകട്ടെ. ചിന്തകളുടെ മേൽ അവർക്ക് നിയന്ത്രണം ലഭിക്കട്ടെ. ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് അവർ പിടിച്ചടക്കട്ടെ, കീഴ്പ്പെടുത്തട്ടെ. അതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അധീനത, പരിശുദ്ധാത്മാവിന്റെ സബ്ജക്ഷനിലേക്ക് ആ ചിന്തകൾ വരുവാനിടവരട്ടെ. സംസാരം പരിശുദ്ധാത്മാവിന്റെ അധീനതയിൽ വരുവാനിടവരട്ടെ. കർത്താവാകുന്ന യേശു ക്രിസ്തു അത് അവരിൽ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വചന കേൾവിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9946339621 ബന്ധപ്പെടുക. ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ സഹായകരമാകുന്ന 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്തുക, തോട്ട് പാറ്റേൺസ്. നിങ്ങളുടെ സംസാര രീതിയിൽ മാറ്റം വരുത്തുക, സ്പീച്ച് പാറ്റേൺ. നമ്മുടെ ഹൃദയവും നമ്മുടെ വായും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. ക്രിസ്തുവിൽ വളർച്ച ആഗ്രഹിക്കുന്നുവോ? ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അധരം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിന്താ രീതിയിൽ മാറ്റം വരുത്തുക, സംസാര രീതിയിൽ മാറ്റം വരുത്തുക. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം.
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും വിഭജിക്കും. ആ ഡിവിഷൻ എത്രത്തോളം നമ്മിൽ നടക്കുന്നുവോ അത്രത്തോളം ആയാസരഹിതമായ ക്രിസ്തുവിലുള്ള വളർച്ച നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ പോലെ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ഒരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു, പ്രാണൻ മറ്റൊരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു, ശരീരം മറ്റൊരു കമ്പാർട്ട്മെന്റായിത്തീരുന്നു. ഈ വിഭജനം കൃത്യമായി നടക്കുമ്പോൾ ഈ 3 മേഖലകളെയും വ്യത്യസ്തമായി നമുക്ക് നേരിടുവാനും ആ 3 മേഖലകളിലും വ്യത്യസ്തമാകുന്ന അളവുകളിലുള്ള ക്രിസ്തീയ വളർച്ച നമുക്ക് പ്രാപിക്കുവാനും കഴിയും. പ്രാണനിൽ തന്നെ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും വിവേചിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യം പ്രസക്തമായിരിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന് നമ്മുടെ ഹൃദയം മറഞ്ഞിരിക്കുന്നില്ല, ദൈവത്തിന് നമ്മുടെ ചിന്തകൾ മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവന്റെ കണ്ണിന്റെ മുൻപിൽ, അവന്റെ വചനത്തിന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ചിന്തകളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ നാം പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ, ചിന്തകളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ നാം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. അനേകരുടെയും ചിന്തകൾ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാകുന്നു. ചിന്തകളിൽ വാശിയും വൈരാഗ്യവും നിറഞ്ഞു നിൽക്കുന്നു. ചിന്തകളിൽ അൺഫോർഗീവ്നെസ് നിറഞ്ഞു നിൽക്കുന്നു. ചിന്തകളിൽ മലിനതകളും അശുദ്ധിയും കയറി വരുന്നു. അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പലർക്കും ചിന്തകളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുകയാണ്. തോട്ട് പാറ്റേൺസ് തന്നെ നിഷേധാർത്ഥകമാകുന്നു. അതുമാത്രമല്ല, ചിന്തകളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. ചിന്തകളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുകയാണ് എങ്കിൽ ആ ചിന്തകൾ മുഖാന്തരമായി നമ്മിൽ സങ്കല്പങ്ങൾ ഉണ്ടാകുവാനിടവരും, ഭാവനകൾ ഉണ്ടാകുവാനിടവരും, തിന്മ നിറഞ്ഞ ഭാവനകൾ. ചിന്താരീതിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ രീതി, ബിലീഫ് സിസ്റ്റം. നിങ്ങൾ ഏത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു, നിങ്ങൾ ഏത് സമൂഹത്തിൽ നിന്ന് വന്നു, ഇവ രണ്ടും നിങ്ങളുടെ വിശ്വാസ രീതിയെ സ്വാധീനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നിൽ സമൂഹത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ ചിന്താരീതിയെ സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭവനവും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ വിശ്വാസ രീതിയെ സ്വാധീനിച്ചിരിക്കുന്നു. ആ വിശ്വാസ രീതി മുഖാന്തരമായി ചിന്താരീതിയും വളർത്തപ്പെടുവാനിടവരും. പലരുടെയും ചിന്താരീതി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ വിശ്വാസ രീതിയിൽ നിന്നാണ്. അവരുടെ വിശ്വാസ രീതിയിൽ നിന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. അതിൽ തന്നെ പലരുടെയും വിശ്വാസ രീതി നിഷേധാർത്ഥകമാകുന്ന വിശ്വാസ രീതിയാകുന്നതിനാൽ സമൂഹവും കുടുംബവും അവരുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളാകുന്നതിനാൽ അവരുടെ ചിന്താരീതിയും നിഷേധാർത്ഥകമായി പോകുന്നു. ചിന്താരീതി തെറ്റിപ്പോകുന്നതിനാൽ അറിയാതെ മനുഷ്യൻ കള്ളങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരും പല കള്ളങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കൊല്ലത്ത് കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടി, അവൾ തൃശൂർ സ്വദേശിയായിരുന്നു. അവൾക്ക് തൃശൂരിനോട് വളരെ ഇഷ്ടമാണ്. തൃശൂർ വളരെ ഇഷ്ടപ്പെട്ടു പോയതിനാൽ കൊല്ലത്ത് വന്നപ്പോൾ അവൾ അറിയാതെ വിശ്വസിക്കുവാൻ തുടങ്ങി, എനിക്കൊരിക്കലും കൊല്ലത്ത് ജീവിക്കുവാൻ കഴിയില്ല. അതൊരു തെറ്റായ വിശ്വാസമാണ്, അതൊരു കള്ളമാണ്. അവളുടെ മനസ്സിനെ ക്രമപ്പെടുത്തിയാൽ, അവളുടെ ചിന്തകളെ ക്രമപ്പെടുത്തിയാൽ, അവളുടെ ശരീരത്തെ ക്രമപ്പെടുത്തിയാൽ കൊല്ലത്ത് അവൾക്ക് സ്വർഗതുല്യമായ നിലയിൽ ജീവിക്കുവാൻ കഴിയും. ചിലർ കരുതുന്നു, എനിക്കൊരിക്കലും ക്ഷമിക്കുവാൻ കഴിയില്ല. അതൊരു കള്ളമാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നു, മനുഷ്യരെ വിശ്വസിക്കരുത്. അതൊരു കള്ളമാണ്. മറ്റു ചിലർ കരുതുന്നു, മലയാളികളെ വിശ്വസിക്കരുത്. അതും ഒരു കള്ളമാണ്. ഇത്തരത്തിലുള്ള അനേകം കള്ളങ്ങൾ നാം വിശ്വസിക്കുന്നു. സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ആ കള്ളങ്ങളെ നാം പുറത്താക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ശുശ്രൂഷയിലാകുന്നു എങ്കിൽ ഒരു ദേശത്ത് നിങ്ങൾ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പ്രഥമമായി നിങ്ങൾ ആ ദേശത്തെ സ്നേഹിക്കണം. ആ ദേശത്തിലുള്ള നിവാസികളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാകുന്നു ദൈവത്തിന്റെ അധികാരം നിങ്ങളിലൂടെ പുറപ്പെടുവാൻ ഇടവരുന്നത്. പലരും ദേശങ്ങളെ വെറുക്കുന്നു. കൽക്കട്ടയോട് എനിക്ക് വെറുപ്പാണ്, ഡൽഹിയോട് എനിക്ക് വെറുപ്പാണ്, ഇന്ത്യയോട് എനിക്ക് വെറുപ്പാണ്. ഇന്ത്യയെ വെറുക്കുന്ന നിന്നെ എങ്ങനെയാണ് കർത്താവിന് ഇന്ത്യയിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നത്?
നീ നിന്റെ ശുശ്രൂഷയ്ക്ക് പരിമിതികൾ സൃഷ്ടിക്കുകയാണ്, പരിധികളുടെ മതിലുകൾ സൃഷ്ടിക്കുകയാണ്. നീ അറിയാതെ ഒരു കള്ളം വിശ്വസിക്കുന്നു. എന്റെ അപ്പൻ 48-ാം വയസ്സിൽ മരിച്ചുപോയി, ഞാനും 48 കഴിയുകയില്ല, 48-ന് മുൻപ് തന്നെ ഞാനും മരിച്ചു പോകും. എന്റെ അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു, അതുകൊണ്ട് എനിക്കും അതേ രോഗം വരുവാൻ സാധ്യതയുണ്ട്. കള്ളങ്ങൾ വിശ്വസിക്കുന്നു. ആ കള്ളങ്ങളെ പുറത്താക്കണം. കള്ളങ്ങൾ വിശ്വാസ രീതിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് ചിന്താരീതിയെയും സ്വാധീനിക്കുവാനിടവരും. അറിയാതെ നാം കള്ളങ്ങൾ ചിന്തിക്കുന്നവരായിത്തീരും. ആ ചിന്താരീതിയിൽ തന്നെ ചിലർ പ്രതികാര ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടി എന്നോട് പറയുവാനിടയായി, അവൾക്ക് കടുത്ത പുരുഷവിരോധമുണ്ട്. പുരുഷന്മാരെ അവൾ വിരോധിക്കുന്നു. പുരുഷന്മാരോട് അവൾക്ക് പകയാണ്. അവളെ ബാല്യകാലത്ത് പീഡിപ്പിച്ച ഒരു സംഭവം അവളുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ അത് മുഖാന്തരമായി പൊതുവിൽ പുരുഷന്മാരോടെല്ലാം വിരോധമാണ്. അവൾ എങ്ങനെയാണ് പുരുഷന്മാരോട് പ്രതികാരം തീർക്കുന്നത് എന്നറിയാമോ? ചിന്തകളിൽ, ആവർത്തിച്ച് ചിന്തകളിൽ അവൾ ചിന്തിക്കും. പുരുഷന്മാരെ അവൾ ആക്രമിക്കുന്നു, പുരുഷന്മാരെ അവൾ പീഡിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ കൊല്ലുന്നത് ദിവാസ്വപ്നം കാണുകയാണ്, പകൽക്കിനാവ് കാണുകയാണ്. അവളുടെ ചിന്തകൾ മലിനപ്പെട്ടുപോയി. അവളുടെ ചിന്തകളിൽ പ്രതികാരം നിറഞ്ഞു നിൽക്കുന്നു. ഈ നിലവാരത്തിലുള്ള ചിന്തകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചിന്തകൾ മുഖാന്തരമായി നമ്മുടെ വ്യക്തിത്വത്തിന് കേടുവരുവാനിടവരും. നിങ്ങൾ പ്രതികാര ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കുന്നവരാണോ? ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയുള്ളതിനാൽ ക്ഷമിക്കുവാൻ കഴിയാത്ത വ്യക്തിയോട് നിങ്ങൾ കയ്പും വിരോധവും ആവർത്തിച്ച് ചിന്തയിൽ കൊണ്ടുവരാറുണ്ടോ? ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ കേടുവരുവാനിടവരും. ആ ചിന്തകളെ നിങ്ങൾ സൗഖ്യമാക്കേണ്ടത് ആവശ്യമാണ്. ആ ചിന്താരീതി പാടെ മാറ്റിയതിനു ശേഷം ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ചിന്ത, ഏതു വിചാരവും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവറി തോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ചിന്ത, ആ ഒരു ചിന്ത ആ ചിന്ത ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ചിന്തകളുടെ കൂട്ടമായി തീരും. ആ ചിന്തകൾ ധ്യാനമായി മാറും. ധ്യാനമായി മാറുമ്പോൾ ആ ചിന്തകളുടെ കൂട്ടം ഒരു സങ്കല്പമായി തീരുന്നു. ആ സങ്കല്പം തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ, അത് അൺഫോർഗീവ്നെസ് ആകുന്നു എങ്കിൽ, പ്രതികാര ചിന്തയാകുന്നു എങ്കിൽ, അശുദ്ധ ചിന്തയാകുന്നു എങ്കിൽ, ലൈംഗിക ചിന്തകളാകുന്നു എങ്കിൽ, ആ ചിന്തകളുടെ കൂട്ടം ഒരു സങ്കല്പമായി തീരുമ്പോൾ ആ സങ്കല്പത്തിന്റെ ഉള്ളിൽ ഒരു ദുരാത്മാവ് വന്നിരിക്കുവാൻ ഇടവരും. കാരണം അത് ദുരാത്മാവിന് ഇരിക്കുവാൻ പറ്റിയ ഇടമാണ്. ദുരാത്മാവിന് വസിക്കുവാൻ പറ്റിയ ഇടമാകുന്നതിനാൽ അത് വന്നിരിക്കുവാൻ ഇടവരും. ഒരു ദുരാത്മാവ് വന്നിരിക്കുമ്പോൾ അതൊരു കോട്ടയായി തീരുന്നു. ചിന്തകളുടെ കൂട്ടം സങ്കല്പമായി തീരുന്നു. സങ്കല്പം തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ ഒരു ദുരാത്മാവ് വന്നിരിക്കുമ്പോൾ അത് കോട്ടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ആ ക്രമം ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കുന്നു. ചിന്തകൾ, സങ്കല്പം, കോട്ടയായി തീർന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നിനക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. അതിനെ ഇടിക്കുവാൻ ആത്മിക ആയുധം ആവശ്യമാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവർ എങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാപ്തിയുള്ളവയാണ്, ശക്തിയുള്ളവയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ കോട്ടകളെ ഇടിക്കുവാൻ കഴിയും. അഭിഷേകത്തിന്റെ ശക്തിയാൽ ആ ചിന്തകളുടെ കൂട്ടത്തിലിരിക്കുന്ന, സങ്കല്പത്തിന്റെ മധ്യേയിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുവാൻ കഴിയും. ആ ദുരാത്മാവ് പുറത്തുപോയാൽ ആ കോട്ടയെ ഇടിക്കുവാൻ കഴിയും, ആ സങ്കല്പത്തെ തകർക്കുവാൻ കഴിയും. തിന്മ നിറഞ്ഞ സങ്കല്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശോധിക്കുക. ആ തിന്മ നിറഞ്ഞ സങ്കല്പങ്ങൾ കോട്ടയായി തീർന്നിട്ടുണ്ടോ? കോട്ടയായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ കോട്ടയ്ക്കകത്തിരിക്കുന്ന ദുരാത്മാവിനെ നിങ്ങൾ പുറത്താക്കേണ്ടത് ആവശ്യം. ചിന്തകളെ പരിശോധിച്ചാൽ മതി. ചിന്തകൾ ആവർത്തിച്ചു വരുന്ന ചിന്തകളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ആ ചിന്ത എനിക്ക് വേണ്ട, വീണ്ടും അത് ആവർത്തിച്ച് ഞാൻ ചിന്തിച്ചു പോകുകയാണ്, എനിക്കതിന്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ വ്യക്തം, അതൊരു കോട്ടയായി തീർന്നിരിക്കുന്നു. ഭവനങ്ങൾ തകരുന്നു ഇത്തരത്തിലുള്ള ചിന്തകൾ മുഖാന്തരമായി. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. അവർ നാളുകളായി കണ്ടതും കേട്ടതും ചിന്തിച്ചതും ഒക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണ്.
അത് മുഖാന്തരമായി കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. അനാവശ്യ സംശയ വിചാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കോട്ടയെ ഇടിച്ചു തകർക്കേണ്ടത് ആവശ്യമാണ്. ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്, വിശ്വസിക്കുവാൻ പഠിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. സംശയവിചാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ല എങ്കിൽ ആ കോട്ടയെ ഇടിച്ച് തകർക്കുക, അതിന്റെ ഉള്ളിലിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുക. പ്രാർത്ഥനയിൽ ദൈവവചനാടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തുന്നു എങ്കിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും, ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും. ചിന്തകളുടെ കൂട്ടം വരുത്തിവെക്കുന്ന വിനമുഖാന്തരമായി അനേകം ബന്ധങ്ങൾ തകർന്നു പോകുന്നു. നിങ്ങളുടെ സീനിയർ ഓഫീസറെ നിങ്ങൾ അവിശ്വസിക്കുകയാണ്, നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾ സംശയിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ സംശയിക്കുകയാണ്. തകർന്ന ബന്ധങ്ങളെ യേശുവിലൂടെ പുനഃസ്ഥാപിക്കുക. നമ്മുടെ ചിന്തകളുടെ കൂട്ടം, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിന്തകളുടെ കൂട്ടം നമ്മിൽ വരുത്തുന്ന ഭയം, നമ്മിൽ വരുത്തുന്ന നിരാശ, നമ്മിൽ വരുത്തുന്ന ആകുലതകൾ എത്ര വലുതാണ്. പല ഭയങ്ങളും അർത്ഥമില്ലാത്ത ഭയങ്ങളാണ്. ഒരു ഓഫീസറിനെ കാണുവാൻ വേണ്ടി കടന്നുപോയ ചെറുപ്പക്കാരൻ, അവന്റെ ചിന്തകളുടെ കൂട്ടത്തിൽ അവൻ ഇങ്ങനെ കരുതുവാനിടയായി, ചിന്തിക്കുവാനിടയായി, ഇപ്പോൾ എന്നോട് ആ ഓഫീസർ ഗൗരവത്തോടുകൂടെ സംസാരിക്കുവാൻ പോകുന്നു, അദ്ദേഹം എന്നോട് ക്രൂരമായി ഇടപെടുവാൻ പോകുന്നു, അയാൾ എന്നോട് ക്രൂരമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാനും തട്ടിക്കയറുവാൻ പോകുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവൻ അവിടേക്ക് കടന്നു പോകുന്നത്. എന്നാൽ അവൻ അവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതകരം, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വീകരണമാണ് അവന് ലഭിച്ചത്. അവനോട് ആ ഓഫീസർ വളരെ മാന്യമായി സംസാരിച്ചു, അവനുവേണ്ടി പ്രധാനപ്പെട്ട കസേര ഇട്ടുകൊടുത്തു, അവനെ അംഗീകരിക്കുന്ന വാക്കുകൾ അയാൾ പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം അയാൾ സാധിപ്പിച്ചു കൊടുത്തു. നോക്ക്, അതിനു മുൻപ് എത്ര മണിക്കൂറുകളാണ് ഇവൻ ചിന്തിച്ചു കൂട്ടിയത്. ഇപ്പോൾ ആ ഓഫീസർ ഗൗരവമായി ഇടപെടുവാൻ പോകുന്നു, ഞാനും അവനോട് ഗൗരവത്തോടുകൂടെ തന്നെ മറുപടി പറയും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയത് വെറുതെ ആയില്ലേ? ഈ ചിന്ത നമ്മെ കബളിപ്പിച്ചില്ലേ? വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, വിമാനത്തിന്റെ യാത്ര തുടങ്ങുമ്പോൾ മുതൽ അവരുടെ ഉള്ളിൽ ചിന്തകളുടെ കൂട്ടം വന്നവരെ ഭയപ്പെടുത്തും. ഈ വിമാനം ഇപ്പോൾ നിലത്ത് വീഴും, തകർന്നു വീഴും. 4 മണിക്കൂർ ഈ ചിന്തയിൽ അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവസാനം റൺവേയിൽ ലാൻഡ് ചെയ്യുമ്പോൾ സുരക്ഷിതരായി അവർ ടെർമിനലിൽ എത്തുമ്പോൾ അവരുടെ ചിന്തകൾ അവരെ വഞ്ചിച്ചില്ലേ, അവരെ കബളിപ്പിച്ചില്ലേ? ആ ചിന്തകളുടെ കൂട്ടത്തിന്റെ മേൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. അതൊരു കോട്ടയായി തീർന്നിരിക്കുന്നു. ആ കോട്ടയെ നാം ഇടിക്കേണ്ടത് ആവശ്യമാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം സംഭവിക്കട്ടെ, രൂപാന്തരം സംഭവിക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾ സാക്ഷാത്തായ ചിന്തകളായി തീരട്ടെ. നിഷേധാർത്ഥകമാകുന്ന ചിന്തകളെ പുറത്താക്കുക, മലിന ചിന്തകളെ പുറത്താക്കുക. പകരം ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ആദ്യത്തെ ചിന്ത തന്നെ നിഷേധാർത്ഥകമായത് വരുമ്പോൾ, തെറ്റായത് വരുമ്പോൾ അതിനെ പിടിച്ചടക്കുക, അതിനെ ചാടിക്കയറി പിടിക്കുക. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏതു ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്ന ചിന്തയെ നിങ്ങൾ പിടിച്ചടക്കുക. ചാടിക്കയറി ആ നിമിഷം തന്നെ അതിനെ പിടിച്ചടക്കി നിങ്ങളുടെ കാൽക്കീഴെ കൊണ്ടുവരിക. അത് നിങ്ങളുടെ മനോമണ്ഡലത്തിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് വട്ടം കറങ്ങുവാൻ അനുവദിക്കരുത്. ആവർത്തിച്ച് ചിന്തിക്കുവാൻ അതിന് അനുവാദം കൊടുക്കരുത്. ആവർത്തിച്ചത് ചിന്തിക്കുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കുകയാണെങ്കിൽ അതൊരു കോട്ടയായി തീരുവാൻ സാധ്യതയുണ്ട്. ആ ഒന്നാമത്തെ ചിന്തയെ തന്നെ പിടിച്ചടക്കുക, കീഴ്പ്പെടുത്തുക, നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ചിന്തകൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ തിന്മ നിറഞ്ഞ ചിന്തകളാകുന്നുവെങ്കിൽ അതുമൂലം ആകുലതകൾ വരുവാൻ സാധ്യതയുണ്ട്. ചിന്താഭാരങ്ങൾ എന്ന് പറയുന്നു. ചിന്തകൾക്ക് ഭാരമുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ചിന്താഭാരം എന്ന് പറയുന്നത്. ചിന്തകളുടെ കൂട്ടം വർദ്ധിക്കുകയാണെങ്കിൽ എന്തോ ഒരു ഭാരം നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പലരും ആത്മീക ശുശ്രൂഷയിൽ വിടുതൽ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്ന് എന്തോ ഒരു ഭാരം നീങ്ങിപ്പോയി. എന്താണ് ആ ഭാരം നീങ്ങിപ്പോയത്? ഞാൻ വിശ്വസിക്കുന്നു അവർ ആ നിമിഷം വരെ കൂട്ടിവെച്ചിരുന്ന ചിന്തകളുടെ കൂട്ടം അവരെ വിട്ടുപോകുവാനിടയായി. ചിന്തകൾക്ക് ഭാരമുണ്ട്. പല ഷോൾഡർ പെയിനുകളും, തോളെല്ലുകളിൽ ഉണ്ടാകുന്ന വേദനകളും, ആ തോളിന്റെ ഭാഗത്തുണ്ടാകുന്ന ഭാരങ്ങളും ചിന്തകൾ മുഖാന്തരം ഉണ്ടാകുന്നതാണ്. ആകുല ചിന്തകൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ
ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വളരെ വ്യക്തമാകുന്നൊരു കൽപ്പനയാണ്. ഈ വിചാരങ്ങൾ എല്ലാം തന്നെ ഭൗതിക വിഷയങ്ങളുമായുള്ള ബന്ധത്തിലുള്ള വിചാരങ്ങളല്ലേ. വീട് പണി നടന്നിട്ടില്ല, മകളുടെ കല്യാണം നടന്നിട്ടില്ല, കാറ് വാങ്ങിയില്ല, ജോലി ശരിയായില്ല, എല്ലാം ഭൗതിക തലങ്ങളുമായി ബന്ധപ്പെട്ട ആകുലതകളാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാറുണ്ടോ? ആരെങ്കിലും നിത്യജീവനിൽ ഞാൻ എത്തിച്ചേരുമോ, ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തിൽ ഞാൻ എത്തിച്ചേരുമോ എന്നൊരു വിഷയത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിനെ ചൊല്ലി ആകുലപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സകല ആകുലതകളും 100% ആകുലതകൾ ഭൗതിക വിഷയങ്ങളുമായുള്ള ബന്ധത്തിലാണ്. ആ ആകുലതകളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? താൽക്കാലിക ആവശ്യങ്ങളാണോ? ആ താൽക്കാലിക ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ പ്രാപ്തിയുള്ളവനാകുന്നു നിങ്ങളുടെ യേശു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ കേവലം എന്തുമാത്രം ചെയ്താൽ മതി. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഉടനടി മറുപടിയല്ല ലഭിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സ്വന്തമായ വീടില്ലാത്തൊരു പാസ്റ്റർ തനിക്കൊരു വീടില്ലല്ലോ എന്ന് ആവർത്തിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തനിക്കൊരു മറുപടി കൊടുത്തു. വചനത്തിലൂടെയാണ്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ പാസ്റ്റർക്ക് പ്രത്യേകമായ ഒരു വെളിപ്പാട് അപ്പോൾ ലഭിച്ചു. കർത്താവേ, സ്വർഗത്തിൽ എനിക്ക് അനേകം വാസസ്ഥലങ്ങളുണ്ട്. യേശു എനിക്ക് വേണ്ടി പ്രത്യേകമായൊരു വീട് ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ 1-ലധികം വീടുകൾ ഉള്ളവനാണ്. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ താമസിക്കുന്ന ഈ വീട് താൽക്കാലികമാകുന്നു എങ്കിൽ പോലും, എന്റെ സ്വന്തമല്ല എങ്കിൽ പോലും, അതും ഇപ്പോൾ എനിക്ക് പാർക്കുവാനുള്ള ഇടമാണ്. ഇതാ, അനേകം വീടുകളുള്ള വ്യക്തിയാണ് ഞാൻ വീടിനെ ചൊല്ലി വിചാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഉടനടി തനിക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനിടയായി. നിങ്ങളുടെ ചിന്താരീതികൾക്ക് മാറ്റം വരുവാനിടവരട്ടെ. ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങുക. ദൈവവചനപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുവാനിടവരും. ഇത് മനഃപൂർവ്വമായി നാം ശ്രമിക്കുകയാണ് എങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി നമുക്ക് ആവർത്തിച്ച് ചിന്തിക്കുവാൻ കഴിയും. തിന്മ നിറഞ്ഞ ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തിന്മ നിറഞ്ഞ ഒരു സങ്കല്പമായി തീരും, അതൊരു കോട്ടയായി തീരും. എന്നാൽ ദൈവവചനം നാം ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പരിണതഫലം അത്ഭുതകരമായിരിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് യോശുവയോട് പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. രാവും പകലും ദൈവവചനം ധ്യാനിക്കണമെന്ന് കർത്താവ് യോശുവയോട് ആവശ്യപ്പെടുകയാണ്. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനത്തിന് ആ സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കുക. ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കുക. ആഴത്തിൽ ദൈവവചനം വീണ്ടും വീണ്ടും ചിന്തിക്കുക, ആവർത്തിച്ച് ചിന്തിക്കുക. ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പറയുക, ദൈവവചനം അനുസരിക്കുക. ആവർത്തിച്ച് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ, ആവർത്തിച്ച് നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ ചിന്തകളെ ദൈവവചനം സ്വാധീനിക്കുവാനിടവരും. ബൈബിളിലെ വചനങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ അറിയാതെ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങും. ഒരു ചിന്ത, പല ചിന്തകൾ. ആ ചിന്തകൾ വർദ്ധിക്കുമ്പോൾ അത് ധ്യാനമായി തീരുന്നു. ചിന്തകളുടെ കൂട്ടമാണ് ധ്യാനമെന്ന് പറയുന്നത്. ആ ധ്യാനം ദൈവവചനമാകുന്നു എങ്കിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുവാനിടവരും. ദൈവവചന ധ്യാനത്തിങ്കൽ നിങ്ങൾക്ക് ദൈവവചന വെളിപ്പാടുകൾ ലഭിക്കുവാനിടവരും. ദൈവവചന വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആ വചന വെളിപ്പാടുകൾ നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നോക്കുക, ഒരു ചിന്ത, ആ ചിന്ത ആവർത്തിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ധ്യാനമായി തീരുന്നു. ആ ധ്യാനം, ആ മെഡിറ്റേഷൻ brings revelation and revelation brings manifestation. തിന്മ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ലൈംഗികത നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ലൈംഗികത നിങ്ങൾ ചിന്തിക്കുന്നു, ലൈംഗികത നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നു,
ലൈംഗികത നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ലൈംഗികത മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികതയിലുള്ള റെവലേഷൻസ് ലഭിക്കുവാനിട വരും. ലൈംഗികതയിലുള്ള റെവലേഷൻസ് ലഭിക്കുമ്പോഴാണ് ലൈംഗികത നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുവാനിട വരുന്നു. വ്യഭിചാരത്തിൽ വീഴുന്നു, ചൈൽഡ് അബ്യൂസിൽ വീഴുന്നു, പോർണോഗ്രാഫിയിൽ വീഴുന്നു. ഫേസ്ബുക്കിലൂടെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അനാവശ്യ ശ്രമങ്ങൾ നടത്തുന്നു. എത്രയെത്ര കുടുംബങ്ങളാണ് ഈ നാളുകളിൽ കമ്പ്യൂട്ടറിന്റെ ആധുനികമാകുന്ന രംഗപ്രവേശനം മൂലമായി തകരുന്നത്. ഇന്റർനെറ്റിലൂടെ തകരുന്നു, ഫേസ്ബുക്കിലൂടെ തകരുന്നു, പോർണോഗ്രാഫിയിലൂടെ തകരുന്നു. അനാവശ്യമാകുന്ന ചില ബന്ധങ്ങൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിങ്ങൾ അവസാനിപ്പിക്കുക. ആ ബന്ധം വളർത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ആ കൂട്ടുകെട്ട് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടവരും. ആസാമിലുള്ള ഒരു വിശ്വാസി സ്ത്രീ ബംഗാളിലുള്ള ഒരു ഹിന്ദു കച്ചവടക്കാരനുമായിട്ട് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. കേവലം സൗഹൃദ ബന്ധം. എന്നാൽ അതറിയാതെ വളരുവാനിടയായി. വളർന്നപ്പോൾ അതിനെ പാലൂട്ടി വളർത്തി ഈ വിശ്വാസിയുടെ കുടുംബബന്ധം തകർക്കത്തക്ക നിലയിൽ അത് വളർന്നു വരുവാനിടയായി. അനാവശ്യ ബന്ധങ്ങളെ ഇപ്പോൾ തന്നെ മുറിക്കുക. അത് വരുത്തുന്ന സോൾ ടൈയിൽ നിന്ന്, പ്രാണബന്ധത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുക. ഇത്തരത്തിലുള്ള അനാവശ്യ ബന്ധങ്ങൾ ആരിലെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് തിന്മ നിറഞ്ഞ പ്രാണബന്ധങ്ങൾ വരുവാനിടവരും. ആ പ്രാണബന്ധങ്ങളെ മുറിക്കേണ്ടത് ആവശ്യമാണ്. ചിന്താമണ്ഡലത്തിൽ കാര്യമായ കേടുകൾ വരുമ്പോൾ അവിടെ ഒരു വിടുതൽ തന്നെ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് തന്നെ ആവശ്യമാണ്. അവിടെ കയറിയിരിക്കുന്ന, കോട്ടയിൽ കയറിയിരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കേണ്ടത് ആവശ്യമാണ്. ചിന്തകളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ ആ കോട്ടകളെ നിങ്ങൾ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. മറിച്ച് ദൈവവചനം നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ ദൈവവചനത്തിന്റെ ഒരു ചിന്ത, ദൈവവചനത്തിന്റെ ചിന്തകളുടെ കൂട്ടം അതൊരു ധ്യാനമായി തീരുന്നു, മെഡിറ്റേഷൻ ആയി തീരുന്നു. ആൻഡ് ദാറ്റ് മെഡിറ്റേഷൻ ബ്രിങ്സ് റെവലേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ ഇടവരും. ആൻഡ് ദാറ്റ് റെവലേഷൻ ബ്രിങ്സ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗസ്വാധീനമുണ്ട്. ആ രോഗശക്തിയെ കാര്യമായി കാണാതെ നിങ്ങൾ ദൈവവചനം ചിന്തിക്കുന്നു. ദൈവവചനത്തിൽ സൗഖ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ മെഡിറ്റേഷന്റെ നടുവിൽ നിങ്ങളുടെ മുൻപിൽ റെവലേഷൻസ്, ഹീലിംഗിനെ കുറിച്ചുള്ള റെവലേഷൻസ് വെളിപ്പെടുവാനിട വരും. നിങ്ങൾക്ക് ഒരു സത്യം റിവീൽഡ് ആകും. എന്റെ ശരീരം യേശു സൗഖ്യമാക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. നിങ്ങൾക്ക് ആ റെവലേഷൻ കിട്ടിയാൽ അധികം വൈകാതെ തന്നെ ആ റെവലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും സൗഖ്യമാകും. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്, ഇതൊരു സ്പിരിച്വൽ ലോ ആണ്. ഇത് നിങ്ങൾ പ്രായോഗികമാക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ചിന്താമണ്ഡലം പാടെ മാറുവാനിടവരും. സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിന്, സ്പിരിച്വൽ ലോയ്ക്ക് എപ്പോഴും നാച്ചുറൽ പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ, നാച്ചുറൽ ലോയുടെ മുകളിൽ അധികാരമുണ്ട്. സ്പിരിച്വൽ ലോ നാച്ചുറൽ ലോയെ ഡോമിനേറ്റ് ചെയ്യുവാനിടവരും. നാച്ചുറൽ റിലം സ്പിരിച്വൽ റിലത്തിന്റെ കീഴിലാകുന്നതിനാൽ നിങ്ങൾ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആക്ടിവേറ്റ് ചെയ്യുന്നു എങ്കിൽ നാച്ചുറൽ റിലത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധിയെ നേരിടുന്നുവോ ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ഡോക്ടർ നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങളുടെ രോഗം ഒരിക്കലും സൗഖ്യമാകുകയില്ല. അത് നാച്ചുറൽ ലോയിലുള്ളൊരു കാര്യമാണ്. എന്നാൽ സ്പിരിച്വൽ ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ, ദൈവവചനത്തിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ചിന്താരീതിയെ നിങ്ങൾ മാറ്റുകയാണ് എങ്കിൽ ആ നാച്ചുറൽ ലോയുടെ മുകളിൽ സ്പിരിച്വൽ ലോ അധികാരം നടത്തുവാനിടവരും. നിങ്ങളുടെ ശരീരം സൗഖ്യമാകും. വെള്ളത്തിന്റെ മുകളിൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് ചോദിച്ചു, അങ്ങാകുന്നുവെങ്കിൽ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. യേശു പറഞ്ഞു, വരിക. അവിടെ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ലോ ആണ്. എന്നാൽ യേശുവിൽ വ്യാപരിക്കുന്ന സ്പിരിച്വൽ ലോ, യേശുവിലൂടെ പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി ലോ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാണ്. അതാണ് പത്രോസ് ആ വചനത്തിന്റെ മുകളിൽ കടലിൽ നടക്കുവാനിടയായത്. മഴ നനഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യർക്കും പനി പിടിക്കും. എന്നാൽ സ്പിരിച്വൽ ലോയിൽ അതിന്റെ കീഴിലുള്ളൊരു വ്യക്തി, ആത്മമണ്ഡലത്തിൽ ഉയർന്ന വ്യക്തി ആ നാച്ചുറൽ പ്രിൻസിപ്പിളിന്റെ മുകളിലാണ്. തന്റെ മേൽ മഴത്തുള്ളികൾ വീണാലും പനി പിടിക്കുകയില്ല. അവന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവവചനം ആവർത്തിച്ച് ചിന്തിക്കുവാൻ മനഃപൂർവ്വം ധൈര്യപ്പെടുക. 119 സങ്കീർത്തനം അതിന്റെ 148 വാക്യം, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ടാകട്ടെ. 147 വാക്യത്തിൽ
ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ വചനത്തിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവാനിടവരും. പണത്തിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്, സമ്പന്നതയിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്, ജോലിയിലല്ല നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുവാനിടവരും. 119 സങ്കീർത്തനം 99 വാക്യം, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുക കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം ആവർത്തിച്ചു ചിന്തിക്കുക. 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം നിങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ ധ്യാനം മുഖാന്തരമായി നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടതായി വരില്ല. നിങ്ങൾ എവിടേക്ക് പോകണമെന്നുള്ള പാതയ്ക്ക് പ്രകാശമായി വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാനിടവരും. വഴി അറിയാതെ നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടതായി വരില്ല. കൃത്യമായി നിങ്ങൾ വഴി അറിയുന്നവരായിരിക്കും. തീരുമാനം കൃത്യമായി നിങ്ങൾ എടുക്കുവാനിടവരും. എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അന്വേഷിച്ച് നിങ്ങൾ മറ്റിടങ്ങളിൽ പോകേണ്ടതായി വരില്ല. ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാനിടവരും. ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പാടുകൾ ലഭിക്കുവാനിടവരും. ആ വചനം നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. നിങ്ങളുടെ സമൂഹത്തിൽ ആ വചനം നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാനിടവരും. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപാധി. നിങ്ങളുടെ ചിന്താ രീതികളെ ട്രാൻസ്ഫോം ചെയ്യുക, നിങ്ങളുടെ ചിന്താ രീതികളെ രൂപാന്തരപ്പെടുത്തുക. നിങ്ങളുടെ ചിന്താ രീതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അധീനതയിൽ നിങ്ങളുടെ ചിന്തയാകുവാനിടവരട്ടെ. ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങട്ടെ. ചിന്താരീതിയിൽ മാത്രമല്ല നമുക്ക് മാറ്റം ആവശ്യമായിരിക്കേണ്ടത്, നമ്മുടെ സംസാര രീതിക്കും മാറ്റം ആവശ്യമായിരിക്കുന്നു. സ്പീച്ച് പാറ്റേണിന് മാറ്റം ആവശ്യമാണ്, രൂപാന്തരം ആവശ്യമാണ്. നമ്മുടെ സംസാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിന്തകളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ പോലും നമ്മുടെ സംസാരങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാതിരിക്കാം, ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് സംസാരിക്കാം. ചിന്തകൾക്ക് നിയന്ത്രണമില്ല, അങ്ങനെയുള്ളവർക്കും സംസാരത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. വചനപ്രകാരം ചിന്തകൾ